കഴിഞ്ഞ ആഴ്ച 4 സിനിമകൾ മേജർ 4 റിലീസുകളുണ്ടായിരുന്നു. മലയാളത്തിൽ നിന്ന് 2 എണ്ണവും ഇംഗ്ലീഷിൽ നിന്ന് 2 എണ്ണം. അതായത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ, റോന്ത്, ബാലറീന, പിന്നെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ഈ 4 സിനിമകളും ഞങ്ങൾ അന്ന് കണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ എടുത്തിരുന്നു. ഞങ്ങളൊരു 1-1.25 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു വീഡിയോ, നമ്മൾ അതിനെപ്പറ്റി ഡിസ്കഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ അത് ഒരു ടെക്നിക്കൽ എററിൻ്റെ ഭാഗമായിട്ട് ഡിലീറ്റ് ചെയ്ത് ഹ്യൂമൻ എറർ, ടെക്നിക്കൽ എററല്ല ഹ്യൂമൻ എറർ. എൻ്റെ കയ്യിലിത് അബദ്ധവശാൽ ഞാനത് ഡിലീറ്റ് ചെയ്തു പോയി. ഇതേതാ ഈ വീഡിയോ? ഇത് ഡിലീറ്റ് ചെയ്യാലോ, ഇതെന്തിനും ഇവിടെ കിടക്കുന്നത് എന്ന് വിചാരിച്ച് ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പോൾ അതിൽ ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഈ 4 പടത്തെ പറ്റിയുള്ള ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിത് രണ്ടാമത് വീണ്ടും ഷൂട്ട് ചെയ്യുകയാണ്. ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്നപ്പോൾ അപ്പോൾ ഒരാൾ നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ റിവ്യൂസ് ഒന്നും കാണുന്നില്ലെന്ന്. അപ്പോൾ അതിന് മുമ്പത്തെ ആഴ്ചയിൽ നമ്മളൊന്നും ഇല്ലായിരുന്നു. നമ്മളങ്ങനെ ഞങ്ങൾ ഈ പടങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ പടത്തെ പറ്റി ഞങ്ങൾ അധികം സംസാരിക്കുന്നില്ല. അത് വേറെ കൊണ്ടല്ല, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇല്ലാത്ത പടങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് കൂടുതലും. പിന്നെ നരിവേട്ടുണ്ടായിരുന്നു. നരിവേട്ടനെ പറ്റി നമ്മളിവിടെ സംസാരിച്ചാണല്ലോ. ഇല്ലേ, നരിവേട്ടയുടെ സമയത്തൊന്നും നമ്മൾ അന്ന് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഡിലേ വന്നപ്പോൾ പിന്നെ അതെ. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും കൂടെ കണ്ടുമുട്ടാം. എല്ലാവരും ഇപ്പം ഞങ്ങൾ രണ്ടുപേരും തന്നെ സമയമില്ല, അതാണ് പ്രശ്നം എല്ലാവർക്കും. വീഡിയോ കാണുന്നവർക്ക് പിന്നെ ഒരു വേറെ സംഭവമുണ്ട്. നമ്മൾ ഈ വീഡിയോ പടം കണ്ടു കഴിഞ്ഞാൽ അന്ന് തന്നെ ഇത് ചെയ്യാത്തത് ഇപ്പോൾ ഒരു വേറൊരു കാര്യങ്ങളുണ്ട്. അതായത് ഇത് ബേസിക്കലി ആൾക്കാർ കാണുന്നത് ഇത് കണ്ടിട്ട് സിനിമ കാണണോ വേണ്ടോ തീരുമാനിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 1 മണിക്കൂർ ഞങ്ങളുടെ റിവ്യൂ കാണണോ, ഞങ്ങളുടെ ഈ ഡിസ്കഷൻ കാണണോ, അതോ അപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കാണണോ? അതാണ് അവരുടെ ചിന്ത. അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ആളുകളെ തിയേറ്ററിൽ എത്തിക്കുക, അങ്ങനെ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കുക. അവരെ ഞങ്ങൾ എന്ത് ചെയ്യും, അവരെ മാനസികമായി തളർത്തി ഞങ്ങൾ അവരെ തിയേറ്ററിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുമ്പോൾ ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ടാൽ മതി. അതിന് കാണാനും മാത്രം ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ തോന്നിയത് തന്നെയാണോ യുവന്മാർക്ക് തോന്നിയത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഉറപ്പ് കിട്ടും. അതായത് നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന വേറൊരാളുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങളുണ്ട് എന്ത് പറയാൻ നിങ്ങൾക്ക് അല്ലേ? അതാണ് നമ്മുടെ ഉദ്ദേശം. സോ അതുകൊണ്ടാണ് നമ്മൾ റിവ്യൂ എന്നുള്ളൊരു പരിപാടിയിൽ നമുക്ക് ഡിസ്കഷൻ. ഞങ്ങളിപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഇവിടെ ആവശ്യമൊന്നും ഇല്ല, നല്ല എസ്റ്റാബ്ലിഷ് എടുക്കണമല്ലോ. അതെ. അപ്പോൾ ഞാൻ ആക്ച്വലി അന്ന് വെള്ളിയാഴ്ച ഈ 3 പടം കണ്ടു. അതായത് വ്യസന സമയത്തും, റോന്ത്, ബാലറീന 3 സിനിമ കണ്ടു. അടുത്ത ദിവസം ശനിയാഴ്ച ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. അതായിരുന്നു എൻ്റെ പരിപാടി. ഞാൻ റോന്ത് ഒഴിച്ച് ബാക്കിയെല്ലാം ആദ്യ ദിവസം കണ്ടു. പിന്നെ റോന്ത് അടുത്ത ദിവസം പാതിരാത്രി 12 മണിയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു, അത് കണ്ടു. സോ നമുക്ക് ആദ്യം വ്യസന സമയത്ത് ബന്ധുമിത്രാദികളെ പറ്റി സംസാരിക്കാം. അതെ. എനിക്ക് ആക്ച്വലി പടം രസമായിരുന്നു, ഫണ്ണുള്ള ഒരു പടം. അത് കണ്ട് രസിക്കാവുന്ന ടൈപ്പ് ഒരു പടമാണ്. പക്ഷേ ഒരു ഫൺ പടം എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി ഒരു ഫൺ പടം എന്നുള്ള ലൈനിൽ പറയാനും പറ്റത്തില്ല. അതിനകത്തൊരു ഫണ്ണുണ്ട്. ആ ഫണ്ണാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര കൗണ്ടറൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ ഡയലോഗ് അടിച്ച് പോകുന്ന പോലെയല്ല, ഒരു സിറ്റുവേഷൻ ബേസ് ആയിട്ടുള്ള പരിപാടിയാണ്. എനിക്കതിനകത്ത് കൂടുതൽ വർക്കായത് ഈ ജോമോൻ്റെ ഒരു പോർഷനൊക്കെ കൂടുതൽ ജോമോൻ്റെ ക്യാരക്ടർ ആ കഥയിലേക്ക് വരുന്നിടത്തുനിന്ന് അവരുടെ എൻഡ് വരെ അവരെ ഓർത്താണ് ഞാൻ തിരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നുണ്ട്, ഇവരെവിടെയാണ് ഓരോ സീൻ നടക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത്, ഇവനവിടെ മറ്റേ സ്ഥലത്ത് കിളച്ച് പറയുമായിരിക്കും. സോ അങ്ങനെയാണ്. അതായത് ജോമോൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ശക്തി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം മറ്റേ സിജു സണ്ണിൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ സിജു സണ്ണി ആക്ച്വലി അനശ്വരയുടെ അമ്മൂമ്മയാണ് മരിക്കുന്നത്. സോ അനശ്വരയുടെ അമ്മൂമ്മയുടെ മരണത്തിൻ്റെ മരിച്ചെന്ന് ഇവർക്കറിയത്തില്ല. ഇവളെ കാണാനും ഇവളോട് സംസാരിക്കാനും വേണ്ടി ഇവളുടെ വീട്ടിലേക്ക് പോകുക. അവിടെ ചെല്ലുമ്പോഴാണ് ഇവരറിയുന്നത് അമ്മൂമ്മ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവരെന്ത് ചെയ്യണം, ഇവർ ഭയങ്കര സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ആ വീട്ടിലേക്ക് ചെന്ന് കയറും. അപ്പോൾ അവിടെ നിറച്ച ആളാണ്. അപ്പോൾ ഈ ശക്തി പറയുന്നത് ശക്തി കൊണ്ടുവരാൻ കൂടെ എന്ന് പറഞ്ഞാണ് ഇവനെ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇവന്മാർ ആരാണെന്ന് നാട്ടുകാരിങ്ങനെ ചോദിക്കുന്നിടത്ത് ഒരു സന്ദർഭത്തിൽ നമ്മുടെ ശക്തിയെ ഇവരൊരു ബംഗാളിയായിട്ട്, അവൻ പണിക്ക് വന്ന ബംഗാളിയാണെന്നുള്ള ചിന്താഗതി, കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് പുള്ളിയുടെ ഒരു ലുക്ക് ആൻഡ് ഫീലിനെ അങ്ങനെയാണ് അവർ മുടിയെ കളറൊക്കെ ചെയ്ത് അങ്ങനെ നിർത്തിക്കുന്നത്. അപ്പം അങ്ങനെ തെറ്റിദ്ധരിച്ച് പുള്ളിയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. അതായത് ഈ മരിപ്പിന് ദഹിപ്പിക്കേണ്ട സ്ഥലം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ബംഗാളിയെ വിളിച്ചിട്ടുണ്ട്. ആ ബംഗാളിയായിരിക്കും ഇവനെന്ന് വിചാരിച്ച് ഇവനെ കൊണ്ട് ഈ പണി ചെയ്യിക്കും. അപ്പോൾ പക്ഷേ ഇവനതിനെ റെസ്റ്റ് ചെയ്യുന്നത്, ഇവനൊക്കെ മറ്റേ അയ്യോ ഞാൻ അതിന് വന്നതല്ല എന്ന് പറഞ്ഞ് ഇവനത് മാറാൻ നിൽക്കുന്നില്ല. ഇവനത് പറഞ്ഞാൽ അവിടുത്തെ തമാശയിലുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവനവിടെ അവർ പറയുന്നത് മറ്റേ കൂട്ടുകാരനെ അവനോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇവനെന്ത് ചെയ്യും,
ഓക്കെ ഞാൻ ആ പണി എടുക്കുകയാണ് എന്ന രീതിയിൽ ആ ക്യാരക്ടറിനെ അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ കോമഡി ലൈൻ പരിപാടിയാണ് ശരിക്കും. അത് പടത്തിൽ നടന്നുകൊണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം വൃത്തിയാക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേര് എന്ന് പറയും ഇവിടെ അല്ല വൃത്തിയാക്കേണ്ട, അപ്പുറം സ്ഥലം ചെല്ലി അവിടെ കന്നിമൂലയാണ് അവിടെ പോയി വൃത്തിയാക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് പോകും, അവിടെ പോയി വൃത്തിയാക്കാൻ പറയും, ഇവിടെ അല്ല അവിടെയാണ് എന്ന് പറഞ്ഞ് വീണ്ടും പഴയ സ്ഥലത്തേക്ക് പറഞ്ഞു. അങ്ങനെ ഈ സ്റ്റോറിൽ ഞാൻ പക്ഷേ എവിടെയോ കണ്ടതുപോലെ ഉണ്ട് ഇങ്ങനെ ഒരിടത്ത് വൃത്തിയായിക്കൊണ്ടിരിക്കും നമ്മൾ തീരുമാനം മാറ്റി. അത് എനിക്ക് തോന്നുന്നു അത് മറ്റേ കോമഡിയുടെ അല്ലെങ്കിൽ ആ ട്രാക്കിന്റെ കുറച്ച് ഒരു സ്കിറ്റ് ബേസ്ഡ് സ്കിറ്റിന്റെ ഒരു ലൈൻ സാധനമാണ്. അത് നമുക്ക് കാരണം ഇപ്പൊ ഈ കോമഡി ഷോസ് അങ്ങനത്തെ പരിപാടിയിലൊക്കെ ഒരുപാട് സ്കിറ്റ് ചെയ്യുമ്പം ഇവർ ഈ പണ്ട് ഈ കൗണ്ടർ ഡയലോഗ് വെച്ച് പറയുന്നതിന് കൂടുതൽ ഇപ്പൊ ഈ ആക്ടിവിറ്റീസിൽ ഇവർ കുറച്ച് ഹ്യൂമർ കൊണ്ടുവരാൻ എല്ലാവർക്കും ആക്ടേഴ്സ് ആവാനുള്ളതുകൊണ്ട് ഇപ്പൊ അതിന്റെ ഫോർമാറ്റ് തന്നെ മാറിയിട്ടുള്ളൂ, സിറ്റുവേഷൻ ബേസ്ഡ്. അതെ, അപ്പോൾ അതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ, ഈ സിറ്റുവേഷൻ ആണ് ശരിക്കും ഇതിന്റെ ഹ്യൂമർ. അല്ല നമുക്കിത് നമ്മളല്ലാതെ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കര വലിയ ഹ്യൂമർ ആയിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നുന്നില്ല. അതെ, ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമ്പം പല സിറ്റുവേഷനും തമാശയായിട്ട് തോന്നുന്നു. അതിന്റെ ഒരു ഫണ്ണാണ്. അതായത് ഇപ്പോൾ ഒരു മരണ വീട്ടിൽ നമ്മുടെ വീട്ടിലൊരു സംഭവം നടക്കുവാണെങ്കിൽ നമുക്കത് ഒരിക്കലും ഫണ്ണാണ്. പക്ഷേ ആ മരണ വീട്ടിലേക്ക് ദൂരെ നിന്ന് കാണുന്ന ഒരാളാണ് നമ്മൾ. ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മൾ പോലും ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ നമ്മളെ തമാശയായിട്ട് അവതരിപ്പിക്കുക. അതായത് അതിനകത്ത് ഇപ്പം ഒരു ബന്ധുക്കൾ വരുന്നു, ബന്ധുക്കൾ തമ്മിലുള്ള വിഷയം. ഇപ്പം എനിക്ക് പേഴ്സണലി അനുഭവമുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ബാക്കിലത്തെ സ്ഥലം ബന്ധുക്കളുമായിട്ട് അടിയിട്ട് വഴിക്ക് വേണ്ടി സ്ഥലം കൊടുക്കുന്നു, ആ വഴിക്ക് സൈഡിൽ കൊണ്ട് അങ്ങനെ ആ എലമെന്റിൽ ആ ഒരു സ്റ്റോറി ലൈൻ ത്രൂ ഔട്ട് ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മളിങ്ങനെ നമ്മളൊക്കെ അതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മാറി നിന്ന് കാണുമ്പോൾ ഒരു രസമുണ്ട്. ചേട്ടാ ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അന്ന് മുട്ടനടി ഉണ്ടാക്കിയ പരിപാടികളൊക്കെ ബന്ധുക്കളായിട്ടുള്ള ഉടക്കും, പിന്നെ ആ ബന്ധുക്കൾ തിരിച്ചു വന്നിട്ട് മറ്റേ ഗുരുത്തം വേണോടാന്നൊക്കെ പറയാം. അതൊക്കെ എവിടെയൊക്കെ കേട്ടിട്ടുള്ള പോലെയൊക്കെ. അത് തന്നെ. അതുപോലെ മറ്റേ വീട്ടിൽ പണിക്ക് വരുന്ന 2 പേര്, അതെ, ആ പണിക്ക് വന്ന 2 പേരില് വെള്ളം അടിക്കുന്ന അത് ഈ സൈഡിൽ കൂടെ പോകുന്ന സ്റ്റോറി ലൈൻസ് ഫുൾ. അപ്പൊ സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഉള്ള സ്റ്റോറി ലൈൻസിൽ ഒന്നാണ് ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന 2 പേരും പിന്നെ മറ്റവരുടെ ഈ കൂട്ടുകാർ വരുന്നത്. അപ്പം ഈ പണിക്ക് വരുന്ന 2 പേരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു. ഇനിഷ്യൽ സീനിൽ ഇവൻ ഭയങ്കര ഞാൻ പൊന്മുടി പോയതാണ്, ഞാൻ പൊന്മുടി പോയിരുന്നു, അവനെ വിളിച്ചോണ്ട് വന്നത് മറ്റേ പെയിന്റ് അടിക്ക് വേണ്ടി വിളി വരും. അപ്പോൾ അവൻ ക്ലീൻ ചെയ്തിട്ട് ഭാഗമായിട്ട് വെള്ളം അടിക്കുകയാണ്. എന്നിട്ട് കുറച്ച് നമ്മളത് ശ്രദ്ധിക്കാൻ വേണ്ടി ആ ഒരു പോയിന്റ്, അതായത് ഈ വാട്ടറിന്റെ ഫോഴ്സ് കുറച്ച് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ല ആ ഫോഴ്സ് ഭയങ്കര ഫോഴ്സ്, അത് എടുത്ത് അടിച്ചാൽ ഉറപ്പായിട്ടും അത് കാരണമായിരിക്കും എന്നുള്ള ഒരു ചോദ്യം വരാതിരിക്കാനൊന്നും അതൊരു സീനായിട്ട് കുറച്ച് നേരം അതിൻ്റെ ഫോഴ്സ് കുറപ്പിക്കുന്നു, പിന്നെ അത് തടിപ്പിക്കുന്നു. ആ ഫുൾ സ്റ്റോറി ലൈൻ എനിക്ക് കൂടുതൽ വർക്കായിട്ട് മറ്റേ സിജു സണ്ണി മറ്റേ ഇതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ സ്റ്റോറിയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. സ്റ്റോറിയുടെ മൂഡിൽ വരുന്നു എനിക്ക്. ഈ പറഞ്ഞ പോലെ ഒരു സംഭവം തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ഹോൾ പടത്തിന്റെ മൂഡെന്ന് പറയുന്നത് ഒരു ഓഫ് ബീറ്റ് പടത്തിലെ കോമഡി എന്ന ലൈനിലാണ്. പക്ഷേ ഈ സിജു സണ്ണി പുള്ളിയുടെ പേരെന്തോ ജോമോൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അത് മോശമൊന്നുമല്ല, പക്ഷെ അത് വേറൊരു മൂഡിൽ നിൽക്കുന്നതാണ് ഫുള്ള്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴേ എനിക്കിതാ കുറച്ചുകൂടെ വർക്ക്. ഇവര് ഈ 2 പേര് പണിക്കാർ വന്ന 2 പേര് സംഭവം വെച്ചാൽ ഈ അമ്മൂമ്മ മരിച്ചു വീഴുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ അവർക്ക് മുഖത്തേക്ക് വെള്ളം തളിക്കാൻ പറയുമ്പോൾ കൈ ഇരിക്കുന്ന ഈ വാട്ടർ ജെറ്റ് വെച്ച് അവരുടെ മുഖത്തേക്ക് വെള്ളം അടിക്കും. അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഈ അമ്മ മരിച്ചു പോയല്ലോ. അപ്പോൾ മരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മറ്റേ മറ്റേ ചൂഷണം ചെയ്യുന്നത് എന്തിനാ? ചായ വാങ്ങിച്ചു പൊറോട്ടയിലും പൊറോട്ടയും ബീഫും കഴിക്കാൻ പോയി മറ്റേ ക്യാൻറ്റീനിൽ പോയിരിക്കും, കഴിക്കാൻ പൈസ ഇല്ല. നിന്റെ പൈസ ഉണ്ടെങ്കിൽ മറ്റോ മിണ്ടായിരിക്കും. അപ്പോൾ പുള്ളി പറയും എടാ എന്നാലും നീ കാണിച്ചു ശരിയല്ല കേട്ടോ, നീ വെള്ളം അടിച്ചോണ്ട് അറ്റാക്ക്. അത് ഒരിക്കലും നമുക്ക് ദേഷ്യം വരുന്ന രീതിയിലല്ലേ ഒരുമാതിരി അവരുടെ ഒരു വിധിയായതുകൊണ്ട് വരിക്കാതൊക്കെ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് പുള്ളിയെ മാനസികമായിട്ട് തളർത്തും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പുള്ളി ഒരുപാട് എക്സ്പ്രഷൻ എടുത്തില്ല. ആ പുള്ളി ഇങ്ങനെ ഇത് അവസ്ഥ, അതെ പുള്ളിയുടെ അവസ്ഥയാണ് നമ്മളെ ശരിക്കും. കാരണം പുള്ളി വെട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഏറ്റവും ആലോചിച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ മുഖം കൊണ്ട് ഒരുപാട് എക്സ്പ്രഷൻ ഇടുവോ അല്ലെങ്കിൽ ഒരുപാട് ഡയലോഗ് പറയാനോ അങ്ങനെ ഒന്നും പുള്ളി ചെയ്യുന്നില്ല. പുള്ളി ഭയങ്കര ഒരു ഡെഡ് പാൻ ജോബ് ലൈനാണ്. ചോറ് അത് തന്നെ അങ്ങനെ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ പുള്ളിയുടെ ഫേസ് എപ്പോഴും ഞാൻ പടം തുടങ്ങുമ്പോൾ അവസാനം വരെ കാണുമ്പോൾ പുള്ളിയുടെ ഫേസ് ഇങ്ങനെ ഒരേ മൂടാ. ഈ നെൽസൺ പടത്തിലൊരു ക്യാരക്ടറുണ്ട്, നായകന്മാരുടെ ഫേസ് പോലെ. അത് ചിരിയില്ല, കരച്ചിലും ഇല്ല, വേറെ വലിയ ഇമോഷൻ നമുക്ക് അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഫേസ് ഒരു ഡെഡ് പാൻ ലൈനിൽ ഇരിക്കുകയാണ്. അത് എന്താ ഡയറക്ടറുടെ ഇവിടെ ഒരു ഇതാണ്. അതായത് പല സാധനങ്ങൾക്കും ത്രൂ ഔട്ട് പടത്തിൽ പല സംഭവങ്ങൾക്കും റിയാക്ഷൻസിലാണ് പുള്ളി സസ്റ്റെയിൻ ചെയ്തേക്കുന്നത്. റിയാക്ഷൻസിലാണ് ഈ ഹ്യൂമർ വരെ കുറെ മറ്റേ ഈ പടത്തിൽ ത്രൂ ഔട്ട് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മേജർ റീസൺ ഇതാണ്, ഈ റിയാക്ഷനാണ്. ഇവരുടെയൊക്കെ റിയാക്ഷനാണ് നമുക്ക് എടുത്ത് കാണിച്ചത്. മറ്റേ ഒരു വെള്ളം അടിച്ചിട്ടാണ് അമ്മച്ചി മരിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവൻ വീണിട്ട് എഴുന്നേക്ക് നീ ചുമ്മാ കിടന്ന് ഓവറാക്കാതെ. അതേപോലെ തന്നെയാണ് പല സാധനങ്ങൾക്കും. അനശ്വര എനിക്ക് ഭയങ്കര രസമായിട്ട്
ചെയ്തിട്ടുള്ള പോലെ തോന്നുന്നു എല്ലാ സംഭവം. പൊതുവേ പുള്ളിക്കാരത്തി ചെയ്യുന്നതിൽ നിന്ന് ഒരു എനർജി ഇച്ചിരി താഴെയാണ് അവരോട് പറയാൻ ഇത്രയും മതി ഇങ്ങനെ മതി ആക്ച്വലി പുള്ളിക്കാരിക്ക് മറ്റേ ലാസ്റ്റ് പൈങ്കിളി ചെയ്തതിനു ശേഷം ഭയങ്കര അധികം ഇത് കിട്ടിയത്. പക്ഷെ അതെനിക്ക് മനസ്സിലായത് അവരുടെ ചോയ്സ് അല്ലല്ലോ. ഇപ്പൊ ഡയറക്ടറാണ് അവരോട് പറയുന്നത് ഇങ്ങനെ വേണം ഈ മീറ്ററിൽ നിങ്ങൾ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ ഇവരത് അതൊക്കെ ഒരു റീസൺ ആയിരിക്കും. ഈ പുള്ളിക്കാരത്തി കോൺഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡയറക്ടറിന്റെ ഈ അത്. പക്ഷെ ത്രൂ ഔട്ട് പടം കാണുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങനെ നിർത്തിയേക്കുന്നത് ഒരു ഭയങ്കര കൺട്രോളിലാണ് ഇങ്ങനെ എല്ലാവരും അഴിച്ചു വിട്ടിട്ട് മറ്റേ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോ എന്നുള്ള ലൈനിലല്ല. അതെ, പല ഈ അനശ്വരയുടെ പോലും പല സീനിലും മറ്റേ സിജുവിൽസിനൊക്കെ അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും അനശ്വരയുടെ എക്സ്പ്രഷൻ ആണ് അതിൻ്റെ അകത്തെ രസം എന്ന് പറയുന്നത്. ആ സിറ്റുവേഷൻ നമുക്കറിയാം, ഇവനെ അകത്ത് കയറിയല്ലോ എന്നാണെങ്കിലും പുള്ളിക്കാരുടെ എക്സ്പ്രഷൻ ഒരു സാധനവും വരുമ്പോഴത്തേക്കാണ് അത് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. അപ്പോൾ ത്രൂ ഔട്ട് പടത്തിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ അനശ്വരയുടെ ആക്ടിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അസീസ്, അസീസും നോബിയൊക്കെ ആക്ച്വലി ഭയങ്കര സീരിയസ് ആയിട്ടാണ് പടത്തിൽ, അവരുടെ ഹ്യൂമറേ ഇല്ല. അതുപോലെ ബൈജുവും പടത്തിൽ ഹ്യൂമർ അല്ല, പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ട് ക്യാരക്ടർ. പക്ഷെ നമുക്ക് പുള്ളി ചില സ്ഥലത്ത് ദേഷ്യം വരുന്ന ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. പക്ഷെ പുള്ളിയുടെയും ഒരുപാട് കുറേ സ്ഥലത്ത് നമുക്ക് ചിരി വരും. പുള്ളിയുടെ ചില ഡയലോഗ്സിലും കാര്യങ്ങളും നമുക്ക് ചിരി വരും, അതേ സമയത്ത് ചില സമയത്ത് ദേഷ്യം വരും. അങ്ങനെയാണ് പുള്ളിയാണ് പടത്തിൽ നമ്മൾ വില്ലൻ എന്നുള്ള ലൈനിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ് പുള്ളിക്ക്. മെയിനായിട്ട് ഇവരൊക്കെ ഭയങ്കര റിലേറ്റബിൾ. അതായത് ഞാൻ ഈ ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടറെ നേരിട്ട് കണ്ടിട്ടുണ്ട്, മറ്റേ അസീസിന്റെ ക്യാരക്ടറെ നേരിട്ട് കണ്ടിട്ടുണ്ട്, നോബിയുടെ, അങ്ങനെ ഇവരൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പോലത്തെ ഒരു. അതെ, നമുക്ക് എല്ലാവർക്കും ഈ നമ്മളൊരു പരിപ്പൂടി ചെന്നാൽ നമ്മൾ ഇവരിൽ ആരെങ്കിലും ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ള ലൈനാണ്. പിന്നെ ഇവർ തിരുവനന്തപുരം സ്ലാങ്ങിലാണ്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അനശ്വരയും സിജുസണ്ണയും മാത്രം അവർ പറയുന്നുണ്ടായിരുന്നു, അവർ രണ്ടുപേർക്കും മാത്രമാണ് ഈ ഭാഷ അറിയാത്തത്. ഭാഷ ഇൻ ദ സെൻസ് സ്ലാങ് അറിയാത്തത്. അത് തന്നെ, അവർക്ക് അനശ്വര കണ്ണൂരാ, പയ്യന്നൂർ എന്തോ സ്ഥലം തോന്നുന്നു. സിജുസണ്ണി പത്തനംതിട്ട. സിജുസണ്ണിക്ക് അത്ര വന്നിട്ടില്ല, വളരെ കുറച്ചല്ലേ ഉള്ളൂ. അല്ല, എന്നാലും പുള്ളി ട്രൈ ചെയ്ത ബാക്കി ചിലരൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര നാച്ചുറൽ ആയിട്ട് വരും. അനശ്വര കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വന്നു. പിന്നെ അനശ്വരയുടെ അമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി ഞാൻ കണ്ടിട്ടുണ്ട്, കോമഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ വേറെ കുറച്ച് പേരുണ്ട് കോമഡിയിൽ ഇങ്ങനെ സിനിമ വന്നാൽ നല്ലതായിരിക്കും എന്നുള്ള കുറച്ച് ഈ പറയുന്ന കോമഡി കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്, ഈ ഫീമെയിൽ ആക്ച്വലി. അപ്പോൾ അവരൊക്കെ ഇനിയിപ്പോൾ ഏതെങ്കിലും വരും ഉടനെ. ഇപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പിക്ക് ചെയ്തുകൊണ്ട് വരികയല്ലേ ഇവർ ഇങ്ങനെ. സോ സിനിമ, പിന്നെ ആ സിനിമയുടെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, അതൊരു ഞാൻ ശ്രദ്ധിച്ചപ്പം പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ ഞാനാണെന്ന് അറിയത്തില്ല. ഈ പടം ത്രൂ ഔട്ട് ഈ ബാൻഡ് അല്ലാതൊരു BGM ഞാൻ കേട്ടതായിട്ട് ഓർക്കുന്നു. പക്ഷേ ഇടയ്ക്ക് വന്നിട്ടുണ്ട് എന്നാണ്. കാരണം ഇടയ്ക്ക് മറ്റേ ഇവന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല, സോങ് ഉണ്ട്. സോങ് അല്ല, സോങ്ങിന്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു ഹുക്ക് പീസ് പോലെ സാധനമാണ് നമ്മുടെ ജോമോന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഒരു പോയിന്റ് ഇട്ടുന്നുണ്ട്. അത് പക്ഷേ നല്ല രസമായിരുന്നു. ആ പോയിന്റ് അത് കുറച്ച് രസമായിരുന്നു. ആ മ്യൂസിക്കും നല്ല രസമായിരുന്നു ത്രൂ ഔട്ട്. എനിക്ക് ടൈറ്റിൽ ചെയ്തപ്പോൾ ഒരു പഴയ 80s 70s ടൈപ്പ് ഒരു പാട്ട് വരും, എന്ത് മായില്ലല്ലോ മാൻമിഴിയാളെ, അങ്ങനെ ഒരു പാട്ട് വരും. അത് ഭയങ്കര രസമായിട്ട് തോന്നി. അത് ഇനീഷ്യൽ ടൈറ്റിലും എൻഡ് ക്രെഡിറ്റ്സിലും ഉണ്ട്. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി പടം തുടങ്ങി മറ്റേ അസീസിന്റെ അടുത്ത് ഒരാൾ വന്ന് സംസാരിക്കത്തില്ലേ കടയിൽ, അവിടെ നിന്നാണ് ഞങ്ങൾ കയറുന്നത്. അതിന് മുമ്പ് എന്തായാലും എനിക്കറിയാം, അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാം. ഞങ്ങൾ ചെന്ന് തിയേറ്ററിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇതാ സീൻ നടക്കുകയായിരുന്നു. ഓഹോ. അപ്പോൾ അതിനു മുമ്പ് ഈ സോങ് ഇട്ടിട്ട് ഒരു ചെറിയ സീക്വൻസ് ഉണ്ട്. അമ്മമ്മയും കൊച്ചുമോളും കൂടെ ഇരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ. ഈ അമ്മമ്മ ഇങ്ങനെ വേറൊരു അമ്മച്ചി മരിച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ആയിട്ട് ഇടും. കൊച്ചുമോളോട് പറഞ്ഞിട്ട് ഇതൊന്ന് സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ പറയും. അത് കഴിഞ്ഞിട്ട് ആണ് എന്ന് തോന്നുന്നു പടം തുടങ്ങും. അതുകൊണ്ട് ഒരു സിനിമ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് പടം തുടങ്ങിയിട്ട് ആണ് ഈ സംഭവം. ഓക്കെ. ഞങ്ങൾ അവിടെ നിന്ന്, കാരണം ഞങ്ങൾ സംഭവം വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി ഞാൻ പോകുന്ന ഫസ്റ്റ് ഡേ ഷോ പടം കാണാനാണ്. അപ്പോൾ അന്ന് തിയേറ്ററിൽ ആളില്ല, ഷോ നടക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞൊരു 10 പേര് വേണം, മിനിമം 10 പേരെങ്കിലും വേണം ഷോ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇവിടെ നിന്ന ആൾക്കാരെല്ലാം പെരുക്കി വിളിച്ച് കൂട്ടി കയറി 8 പേര് 9 പേരായി. ആ 9 പേരെ വെച്ചാണ് ഷോ നടത്തിയത്. 9 പേരുമായിട്ട് മരിപ്പ് 9 പേരുള്ളായിരുന്നു ഫസ്റ്റ് ഷോയ്ക്ക്. ഞങ്ങൾ ആലപ്പുഴ പാൻ സിനിമാസിൽ 9 പേരായിരുന്നു ആ ഷോ. അറ്റ്മോസിലായിരുന്നു. അതുകൊണ്ട് അവിടെ അവർ ഇനിഷ്യലി 15 വേണമെന്ന് പറഞ്ഞാണ്, പിന്നീട് അത് 10 ആക്കി. പിന്നെ അവസാനം 9 പേരിൽ പരിപാടി നടന്നു. പക്ഷെ ഇപ്പോൾ ആളുണ്ട് പടത്തിന്, ഇപ്പോൾ ആൾ കയറുന്നുണ്ട്. ഞങ്ങളന്ന് ഫസ്റ്റ് വർഷം പോയപ്പം കാര്യം ഇതിന് എന്തോ അറിയില്ല. പിന്നെ മഴയൊക്കെ ഭയങ്കര റീസണാണ്. അന്ന് നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഞങ്ങളന്ന് ഈ പറഞ്ഞ ചെന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. സോ മേ ബി അതൊക്കെ ആയിരിക്കണം ആൾക്കാർ ഫസ്റ്റ് വർഷം തിയേറ്ററിലേക്ക് എത്താൻ കുറച്ച് സമയം എടുത്തു. പടത്തിന് റിവ്യൂസ് നല്ല വന്നു തുടങ്ങി കഴിഞ്ഞപ്പം എല്ലാവരും പയ്യെ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അപ്പോൾ അന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യുമ്പം ഇവർ ഷോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യും. അതായത് 9 പേരുള്ളതുകൊണ്ട് ഇവർ തുടങ്ങിയതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയപ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു 2 സീൻ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് 2 ഷോട്ട് അപ്പം പടം പക്ഷേ പാട്ടൊന്നും ഞാൻ കേട്ടില്ല. എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഭയങ്കര സഹായിക്കും. ആദ്യം തന്നെ ഒരു മരിപ്പിൻ്റെ സാധനം എടുത്തിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പടം മരിപ്പിനെ കുറിച്ചാണ്. ഇപ്പം ട്രെയിലർ കണ്ടില്ലെങ്കിലും മനസ്സിലാവും. പിന്നെ
ഈ പാട്ടും കൂടെ വരുമ്പോഴത്തേക്കും പടം മൂഡ് സീരിയസ് അല്ല കേട്ടോ എന്നുള്ള ലൈനിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് പടം. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. മ്യൂസിക്കും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് BGM ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ബാൻഡാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ലൈവ് ആ ലൊക്കേഷൻ, അത് ബാൻഡിൽ പ്ലേ ചെയ്യുന്ന പാട്ടൊക്കെ മറ്റേ തമിഴ് പാട്ടൊക്കെ അല്ലേ, മരണോ മാസ് അത് കറക്റ്റ് മരിപ്പിന്റെ സമയത്താണ് ആ സാധനം പ്ലേ ചെയ്യുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. ടൈറ്റിൽ എഴുതുമ്പോൾ രാമായണക്കാറ്റൊക്കെ വരുന്നു. ടൈറ്റിൽ വരുമ്പോഴത്തേക്കും ടൈറ്റിൽ കാർഡൊക്കെ വരുമ്പോൾ അതൊക്കെ എല്ലാം നല്ല സ്റ്റോപ്പിംഗ് പോയിന്റ്സ് ഒക്കെ നല്ലായിരുന്നു. ഈ ടൈറ്റിൽ വരുന്ന പോയിന്റ്, ഇന്റർവെല് പോയിന്റ്, ഇന്റർവെല് മറ്റേ ആ ഒരു ഷോട്ടില്ല, ബോഡി കിടക്കുന്നതും അവർ രണ്ടും കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ബാക്കിൽ അവൻ, അങ്ങനെ ആ ഷോട്ടും എല്ലാം ആ സീക്വൻസിന് ത്രൂ ഔട്ടുള്ള ബാൻഡ് വായിച്ച മ്യൂസിക് നല്ല രസമുണ്ട്. അതിങ്ങനെ എന്ന് പറഞ്ഞിട്ട് രസമുണ്ടായിരുന്നു ആ പരിപാടിയൊക്കെ. അതായത് ഇവർ എല്ലാവരും, അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കിയെടുക്കും. ഒരു മരിപ്പൂട് അതുമായി ബന്ധപ്പെട്ട ചുറ്റും ശരിക്കും ഈ പടത്തിലെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ വീടും പരിസരമാണ് മൊത്തത്തിൽ. ആ ഫുൾ പടം അത് അവിടെയാണ്. അപ്പം ആ വീട്, അവരുടെ അയൽവക്കത്തെ വീട്ടിലെ ഒരു പയ്യൻ, അവർക്കൊരു ബാൻഡ് പ്രാക്ടീസ് ചെയ്യാണ് പിള്ളേരെല്ലാവരും കൂടെ. അപ്പോൾ അവർ അതിലെ പയ്യൻ അല്ലല്ല മെയിൻ മറ്റേടുത്തല്ലോ, മറ്റേ പുള്ളിയുടെ മോനായിട്ട് പ്രസന്നന്റെ മകനായിട്ട് അവരിക്കുന്നത്. അവനെടുത്ത് എൻ്റെ അച്ഛനെ അടിച്ചിട്ട് അത് പറഞ്ഞ് പുള്ളി വായിക്കില്ല. അത് കഴിഞ്ഞ് വരുമ്പോൾ പൈസ അച്ഛനാ പുള്ളിക്ക് ഞാൻ വാങ്ങി വെച്ചിരിക്കുക എന്ന് പറഞ്ഞ രീതിയില്ല. ഇഷ്യൂസ് അല്ല, എല്ലാം ഇങ്ങനെ സംഭവം. അതായത് ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഈ പ്രസന്റ് പറഞ്ഞ ക്യാരക്ടർ ഈ സംഭവം ഇങ്ങനെ എസ്കലേറ്റ് ചെയ്യും ഒരു സ്ഥലത്ത് നിന്ന്, ഇത് പുള്ളി ഒരു പ്രശ്നമാക്കി മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിങ്ങനെ ഭയങ്കര ടൈറ്റ് ആവുന്നു. പക്ഷെ അത് അവർ അടുത്ത സീനിൽ അതിൻ്റെ അടുത്ത സീനിൽ അത് പൊളിച്ചു കളയാം. അതില്ല, അത്രയും വലിയ പ്രശ്നത്തിലേക്ക് എല്ലാവരും പോകുന്നത്. അത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഈ മരണവീട്ടി ഒരു ഇഷ്യൂ ഉണ്ടാവും, അതങ്ങനെ ഒരുപാട് എസ്കലേറ്റ് ചെയ്ത് പോകത്തില്ല. നോർമൽ മരണവീട് ഈ പടം ത്രൂ ഔട്ട് ആണെങ്കിലും ഈ ഒരു മരണവീടിൻ്റെ ഒരു പേസിങ് ഉണ്ടായിരുന്നു. പടത്തിന്റെ ഒരു പേസിങ് ഇല്ലേ, നമ്മളിങ്ങനെ ഭയങ്കര സ്പീഡോ അങ്ങനെ ഭയങ്കര പരിപാടികളോ ചുമ്മാ ഇങ്ങനെ കോമഡി തിരികെ വെച്ചിരിക്കുകയല്ല, സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് മാത്രമേ ആ ഹ്യൂമർ ഉള്ളൂ. ഇവിടെ എന്ത് നടക്കുന്നു, അപ്പൊ അവിടെ എന്ത് നടക്കുന്നു, അപ്പൊ അതിന്റെ പുറകെ കുറച്ച്. അപ്പൊ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ജോമോന്റെ കാര്യം പറയാന്ന് വെച്ചാൽ നമ്മള് പുള്ളിയെ സെറ്റ് ചെയ്ത് കൊടുത്തു, പുള്ളിക്കടെ പണി കൊടുത്തു, പുള്ളിക്ക് ഒരു സ്ഥലം വൃത്തിയൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുക. എന്നിട്ട് അവിടുന്ന് പുള്ളി അടുത്ത സ്ഥലത്തേക്ക് ഓടിച്ചു വിട്ട്. വേറെ സീനൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചുമ്മാ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജോമൻ എന്ത് ചെയ്തോണ്ടിരിക്കുക, ജോമൻ ഇപ്പം മറ്റേ കന്നിമൂല ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. ഈ സാധനമായിരുന്നു ഞാനും അജിത്തും കൂടി ഇരുന്ന് സംസാരിച്ചോണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു കളം വന്നിട്ട് വേറെ കത്തിക്കാനുള്ള വിറക് കൊണ്ടിട്ട് കൊടുക്കും, മീൻസ് വിറക് കീറാൻ വേണ്ടി തടി കൊണ്ടിട്ട് കൊടുക്കും. ഇവനത് കീറി ഇട്ടെടുത്ത് കഴിയുമ്പോൾ ഒരു കിളവൻ വന്നിട്ട് കുറച്ച് എടുത്തോണ്ട് പോകും. അവൻ ചോദിക്കുന്നത് ഇത് താനോടെ കൊണ്ടുവന്നിരിക്കുമ്പോഴത്തേക്ക് എടാ എന്റെ വിറക താൻ കീറുന്നതിന്റെ കൊണ്ടിട്ടതാണ്. ഏതായാലും ബംഗാളി പണി എടുക്കും. അതെ ഏതായാലും ബംഗാളി പണി സംബന്ധിച്ച് ജോമോന് സംസാരിക്കാനും പറ്റത്തില്ല, കാര്യം ഇവൻ ബംഗാളിയാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവൻ അധികം സംസാരിക്കുന്നില്ല. അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ കോൺവെർസേഷൻ സിജു സണ്ണയായിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് വരുന്ന സുബിൻ ഡാർസനൊക്കെയാണ് അവരെ വെള്ളം അടിക്കാൻ വേണ്ടി വരുന്ന ടീം. ഒരു വെള്ളം അടിക്കില്ല, ചിക്കൻ വാങ്ങിച്ചോണ്ട് നോബി വരുമ്പം ചേട്ടാ ഇനിയിപ്പോ ചിക്കൻ മരിപ്പായില്ല, കുറെ കൂടെ ആളുകളുള്ളത് അവൻ മാത്രമേ ഉള്ളെന്ന് തോന്നി. അവൻ പുള്ളി മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ എനിക്ക് അവരുടെ ആക്ടിങ് ഇഷ്ടപ്പെടായിരുന്നു. ഈ കല്യാണം വിളിക്കാതെ അവർ പിന്നെ കയറി വരത്തില്ലേ, മറ്റേ കരഞ്ഞുകൊണ്ട് വന്നിട്ട് പിന്നെ ചെരുപ്പെടുത്ത് മാറ്റി വെച്ചിട്ട് അവര് ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ഓരോരുത്തർ സജു സണ്ണിയോട് നീ ആരുടെ മോനാണ് ഇന്ന ആളുടെ മോനല്ലടാ നീ എന്ന് ചോദിച്ച് അവരെ കണ്ടപ്പോഴേ മറ്റേ നമ്മുടെ ഒക്കെ ചിലപ്പോൾ എന്തൊരു ഇവന്റിന് ചെല്ലുമ്പോഴത്തേക്കും ആരെങ്കിലും വന്ന് ചോദിച്ചു മോനെ എന്നെ മനസ്സിലായോ എന്താ പറ അറിയാം. അത് തന്നെ എനിക്കറിയാൻ പാടില്ല. അതുപോലെ തന്നെ ആരെങ്കിലും കാണുമോ നീ നീതയുടെ മോനല്ലടാ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അത് അതിനകത്ത് പ്രത്യേകിച്ച് കോമഡി എന്തോന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ അല്ല. അത് കോമഡി എന്ന് വെച്ചാൽ ആ സിറ്റുവേഷനിൽ ഇവർ വന്ന് ഇത് ചോദിക്കുന്നു. പിന്നെ അത് നമ്മളത് കണ്ടിട്ടുണ്ടല്ലോ ജീവിതത്തിൽ എന്നുള്ള ലൈനിലാണ്. അങ്ങനെയാണ് നമുക്കത് കുറച്ചുകൂടെ ഫണ്ണായിട്ട് ഫീൽ ചെയ്യുന്നതും. ഇനി എനിക്ക് ഇതിനകത്ത് ഈ വിജിത് തമ്പിയുടെ ഒരു ട്രാക്ക് അതും നല്ല രസം. അതായത് അവര് പക്ഷെ അത് കുറച്ചുകൂടെ ഞാനത് എവിടെയെങ്കിലും പോയെന്ന് ഒരു എന്തെങ്കിലും ഒരു എൻഡിങ് അതിന്റെ കുറച്ച് രസമായിട്ട് തോന്നുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവരുടെ കട്ടിങ് പോയിന്റ്സ് കൃത്യമായില്ലത്. അതെ അതിങ്ങനെ സീരിയസ് സിറ്റുവേഷൻ്റെ ഇടയ്ക്കാണ് അവർ വന്നത്. അത് അങ്ങോട്ട് എനിക്ക് സെറ്റ് ആവാത്ത പോലെ. അതായത് എനിക്കത് മനസ്സിലായി ഇത് എങ്ങോട്ടാണ് പോണത്, ഇത് എങ്ങനെ ഇത് രസമാകുമെന്നുള്ള സാധനം മനസ്സിലായി. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച അങ്ങനെ അത്രയും രസകരമായി പോകണം. അവരിങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ അങ്ങനെ കുറേ എലമെന്റ്സ് ഉണ്ട്. അതായത് ചിലത് നന്നായിട്ട് വർക്കാവും, ചിലത് ഇങ്ങനെ അവർക്ക് ഇതിന്റെ പ്ലേസ്മെന്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കിയാൽ വർക്കാവും, പക്ഷെ അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ലൈനിലുള്ള അതിലാണ്. അതായത് വിജിത് തമ്പിയും നമ്മുടെ ദർശന രാജേന്ദ്രന്റെ അമ്മയും അവർ രണ്ടുപേരും ആക്ച്വലി അനശ്വരയുടെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പോൾ അവർ മരിപ്പ് പറഞ്ഞിട്ട് ഇവരെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഇവർ വരുന്നത് ഒരു ടാക്സി വിളിച്ചാൽ. അപ്പോൾ ഈ ടാക്സിക്കാരൻ പറയുന്നുണ്ട് സാറേ ആ ലൊക്കേഷൻ എനിക്ക് അയച്ചാൽ ഞാൻ കറക്റ്റായിട്ട് ഓടിക്കാം. പക്ഷേ ഈ വിജിത് തമ്പി പറയുന്നുണ്ട് ഇല്ലില്ല ഞാൻ പറഞ്ഞുതരാം, ഇതിനു മുമ്പ് ഞാൻ മാപ്പ് നോക്കിപ്പോയിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് എന്താന്ന് പറഞ്ഞ് ഇനി ഞാൻ തന്നെ നോക്കി പറഞ്ഞുതരാം, എനിക്കറിയാൻ വഴി, ഞാൻ ഒരു തവണ വന്നാന്ന് പറഞ്ഞ്
പുള്ളി മാപ്പ് നോക്കി ഇങ്ങനെ വഴി പറഞ്ഞു കൊടുത്തിട്ട് വഴി തെറ്റും. അപ്പം ഇവർ അവസാനം വരെ മരുഭൂമിയിൽ എത്തുന്നില്ല. ഇവരിങ്ങനെ ഗൂഗിൾ മാപ്പ് കോമഡി അവരിങ്ങനെ കറങ്ങി ഇങ്ങനെ അത് തന്നെ ഡ്രൈവറിന്റെ സാധനങ്ങളാണ്. പുള്ളി ഇങ്ങനെ പുള്ളിയുടെ റിയാക്ഷനും പുള്ളി ഇടയ്ക്ക് സംസാരിക്കാൻ വന്നിട്ട് പിന്നെ നിർത്തിക്കളയുന്ന അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. അത് ഇവർ ലാസ്റ്റ് യൂഷ്വൽ സംഭവം ഉണ്ടല്ലോ, ഒരു ഗൂഗിൾ മാപ്പ് നോക്കി പോയി അവസാനം ഒരു പുഴയുടെ തീരത്ത് പോയി വണ്ടി നിർത്തുന്നു. ആ ഒരു സ്കീമിലാണ് അവരുടെ ആ ഒരു സീക്വൻസ് എൻ്റെ ആവുന്നത്. പക്ഷെ അത് നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ കയറി ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നില്ല. അതുപോലെ ഇതും അങ്ങനെ ഭയങ്കരമായിട്ട് വർക്കായില്ല. നീ പറയുന്നത് ചിക്കൻ മേടിച്ചോണ്ടാകുമ്പോൾ നമ്മുടെ ഇരുന്ന് വെള്ളം അടിക്കുന്നില്ല. അവരുടെ പോർഷൻ അത്ര വലിയ സ്ട്രെസ്, കാരണം അവർ ഈ സുബിൻ ദാസനൊക്കെ കഴിഞ്ഞ അവിടെ അതായത് വെള്ളം അടിച്ചു തുടങ്ങി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അതെ, അവരുടെ കഥ ഞാൻ വിചാരിച്ച അവർ ഈ കഥക്കകത്ത് എങ്ങനെ ഇൻവോൾവ് ആകുമ്പോൾ ആക്ച്വലി ഇങ്ങനെ ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത് എന്നുള്ള കാണിക്കുന്നതിന് അത്രേ ഉള്ളൂ. അതിനപ്പുറം അത് അങ്ങനെ ഭയങ്കരമായിട്ട് അവരിലേക്ക് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്ലോ ആവുന്ന പോലെ. അതായത് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു അവർ ഈ മരിപ്പിലേക്ക് ഡയറക്ട്ലി ഇൻവോൾവ് ആകുന്നത് ലാസ്റ്റ് സീനിലാണ്. ഈ സിജു സണ്ണിയെ കൊണ്ട് അവിടേക്കാണ് അവരെത്തുന്നത്. അത്രയും വരെ ഇവരൊരു മൂലക്ക് ഇരുന്ന് അവരെ കണക്ട് ചെയ്യുന്നു. ഈ സുബിൻ ദാർസനൊക്കെ ആക്ച്വലി നല്ല ടൈമിംഗ് ഉള്ള അവരുടെ ഹ്യൂമർ ഒക്കെ നല്ല രസമായി. ഈ ആടലോട് അവരുടെ വേറെ അവരാരും ഭയങ്കര ഹ്യൂമറായിട്ടല്ല ഈ പടത്തിൽ. അവരെല്ലാവരും ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഉള്ള ആൾക്കാരെന്നുള്ള ലൈനിനപ്പുറത്തേക്ക് ഇവരാരെയും കൊണ്ടും നിങ്ങളുടെ കുറച്ച് ഹ്യൂമർ ഇതിനകത്ത് ഇടും എന്നുള്ള പരിപാടിയൊന്നും ഇല്ല ഇവിടെ ഈ പടത്തിൽ. അതുകൊണ്ടാണ് ഡയറക്ടർ അതിനെ ഭയങ്കര വ്യക്തമായിട്ട് എവിടെയൊക്കെ ഇതിനെ നിർത്തണോ അത് കറക്റ്റായിട്ട് നിർത്തിയാണ് പോയിരിക്കുന്നത്. ഡയറക്ടറും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. രണ്ട് സീനിൽ ഡയറക്ടറും വരുന്നുണ്ട് അഭിനയിക്കാൻ. സോ അങ്ങനെയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഇനി എന്തെങ്കിലും പിന്നെ ഈ പറയുന്ന പോലെ അത് റോന്തും അടുത്ത പറയുമ്പോൾ പറയാം. അതായത് 2 മലയാള സിനിമയ്ക്കകത്തും സിംഗിൾ ലൊക്കേഷനിലാണ് ഇത് കംപ്ലീറ്റ് പരിപാടി. സിംഗിൾ ലൊക്കേഷൻ ഇൻ ദ സെൻസ് ഇതിൽ സിംഗിൾ ലൊക്കേഷൻ റോന്തിൽ ഒരു മേജർ ആയിട്ടൊരു ജീപ്പും ഇവർ രണ്ടുപേരും. അപ്പം നമ്മൾ അവരോട് ജീപ്പിൽ ഇങ്ങനെ പോവാണ്. അതെ, അല്ലാതെ നമുക്ക് അവരെ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങൾ അത്രേ ഉള്ളൂ. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സിനിമകൾ വളരെ ചുരുക്കിയെടുക്കാം എന്നുള്ള. അതിപ്പം പുള്ളിയുടെ ഇവരുടെ ഈ ടീമിൻ്റെ പല സിനിമകളും അങ്ങനെയാണ്. വളരെ ചുരുക്കം ലൊക്കേഷനുകളും പറഞ്ഞു ചുരുക്കം ലൊക്കേഷനുകൾ വെച്ചിട്ടാണ് ഇവരൊരു പടം മേക്ക് ചെയ്യുന്നതും. അത് ഭയങ്കര എഫക്റ്റീവാണ്. നമുക്കിങ്ങനെ ഭയങ്കര സംഭവം ഉണ്ടായില്ല നല്ലൊരു പടം എടുക്കാൻ പറ്റുമോ, അയ്യോ ഞങ്ങളുടെ ബഡ്ജറ്റ് ഒരുപാട് ഇങ്ങനെ ഇവന്റ്ഫുൾ ആകണം എന്നുള്ള. അതെ, അപ്പം അതിനകത്ത് ഇത്രയും ആളുകൾ അവിടെ കൊണ്ടുവരുവാണല്ലോ. മാത്രമല്ല അവിടെ ഇല്ലാത്ത മറ്റേ ഈ പറയുന്ന വിജയ് തമ്പിയുടെ റോളൊക്കെ അവിടെ ഇല്ലാഞ്ഞിട്ടും അതിനകത്ത് അഡീഷൻ പോലെയാണ്. അതുപോലെ ഈ സിനിമയുടെ ക്ലൈമാക്സ് ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും പടം ഇമോഷണൽ ആവും. പക്ഷെ ഇമോഷണൽ ആവുന്ന വെച്ചാൽ ഭയങ്കര അങ്ങനെയല്ല, എന്നാലും എനിക്കത് പേഴ്സണലി അത് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യാത്ത. അതെ അത്രേ ഉള്ളൂ. അത് ചെറിയൊരു പോർഷനാണ്. അത് ഓക്കെയാണ്. എനിക്ക് പണ്ട് പോലെ സിനിമ കാണുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹ്യൂമർ ബ്രേക്കായിട്ട് സീരിയസ് ആകുന്നിടത്ത് എനിക്കെപ്പോഴും പടം ഇങ്ങനെ ഓക്കെ കഴിഞ്ഞു. കാരണം എൻ്റെ സിനിമ അതിനു മുമ്പ് വരെ ഞാൻ ആ സിനിമ ഇനിയിപ്പോൾ റിപ്പീറ്റ് വാച്ച് കണ്ടാൽ എനിക്ക് അതിന് മുമ്പ് വരെയുള്ള പോർഷൻ വരെ എനിക്കത് വീണ്ടും കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷെ അവിടെ ആ ലാസ്റ്റ് ഏരിയ വരുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ഇത് നമ്മൾ ഒരു തവണ കണ്ടു, നമ്മളത് അത്രേ ഉള്ളൂ. ഇപ്പോൾ കല്യാണരാമൻ ഉൾപ്പെടെ ഒരു പോയിന്റ് വരെ നമുക്ക് കല്യാണരാമൻ എത്ര തവണ വേണമെന്ന് നമ്മൾ റിപ്പീറ്റ് കാണും. ആ പോയിന്റിന് ശേഷം പിന്നെ ഈ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് കല്യാണരാമൻ അതിൻ്റെ ഒരു സീരിയസ്നെസ്സിലാണല്ലോ പോകുന്നത്. പഞ്ചാബ് ഹൗസ് തുടങ്ങിയ പടങ്ങളെല്ലാം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ലൈനിലാണ് ഈ പടവും പോകുന്നത് അല്ലേ. മറ്റേ നീ പറഞ്ഞ എക്സാമ്പിൾ ഈ പഞ്ചാബ് ഹൗസും കല്യാണരാമൻ അതിനകത്തൊക്കെ എനിക്കൊന്ന് 10-25 മിനിറ്റോളം കുറച്ച് സീരിയസ് ആണ്. അവസാനത്തെ ഒരു ഹാഫ് ആൻ അവർ സീരിയസ് ആയിരിക്കും. അതെ, എനിക്ക് അത്രയും വലിയ ഷിഫ്റ്റ് ഇതിനകത്ത് ഫീൽ ചെയ്തില്ല. ഇല്ല അത്രയും സമയമില്ല. അല്ല, സമയത്തിന് മാത്രമല്ല കല്യാണരാമൻ്റെ അകത്ത് അപ്പം ഇത് അത്രയും വലിയ ഷിഫ്റ്റ് അല്ല. ഞാനും ഈ പടം തുടങ്ങിയപ്പോൾ ആലോചിക്കുന്നുണ്ട് ഈ സിനിമ എങ്ങനെ മരിപ്പിനെ എങ്ങനെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഞാൻ ഈ പടത്തിൽ ഈ ഹ്യൂമർ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹ്യൂമർ ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആയി. അതായത് നമുക്കറിയാം ഒരുപാട് സ്ഥലത്ത് ചിരി വരുമെന്ന്. പക്ഷേ നമ്മളപ്പോഴും ചിന്തിക്കുന്നത് ഈ സിനിമ എങ്ങനെ ഒരു അവസാനിപ്പിക്കും. കാരണം ഇതിനൊരു ചിരിപ്പടമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് എല്ലാവരുടെ കൂട്ടച്ചിരിയിൽ പടം നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ ഇത് നിർത്തുക എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പക്ഷെ അതുവരെ കൊണ്ടുപോയി കറക്റ്റായിട്ട് ഇവർ എന്താണോ അവർ പറയാനുള്ള സാധനം അത് വൃത്തിയായിട്ട് അതിനകത്തൊരു ചെറിയൊരു നീ ലാസ്റ്റ് കൂട്ടച്ചിരി എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ സൂര്യയുടെ പടം ഓർമ്മ വന്നു. കുറേ ട്രോൾ കിട്ടിയില്ല. പക്ഷേ ഇത് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം അതൊരു ഈ കണക്ഷൻ വെച്ചിട്ട്, അതായത് തുടക്കം തന്നെ ഈ അമ്മച്ചി ചെവിയിൽ ആ സീനുണ്ട്. അത് നീ കണ്ടു? അല്ല, അത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് അവൾ ഈ കമ്മൽ എടുത്തോട്ടേം ചോദിക്കുമ്പോഴത്തേക്കും അത് പറയുമ്പോഴേ നമുക്ക് മനസ്സിലായി ഓക്കെ ഇതാണ് പടത്തിൻ്റെ എൻഡിങ് എന്ന്. ഞാൻ മരിക്കുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ആ സാധനം ഒരു ഡയലോഗ് ഇടുന്നത് മാത്രമല്ല അത് വലത്തെ ചെവിയിൽ എപ്പോഴും വേദന എടുക്കുന്നത്. ഇവർ മറ്റേ മരിച്ചു കിടക്കുമ്പോൾ അവൾ വലത്തെ ചെവി. അപ്പോൾ അതൊക്കെ അങ്ങനെ അതൊരു എന്താ പറയുക, നമ്മൾ ഈ റൈറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഞാൻ തുടങ്ങി അതിങ്ങനെ ഫുൾ സർക്കിൾ ഇമോഷണൽ കണക്ഷൻ അത്രേ ഉള്ളൂ. പക്ഷെ അത് ഒരുപാട് അങ്ങ് ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്തില്ല. എൻ്റെ മറ്റേ മുത്തശ്ശൻ്റെ കഥയൊക്കെ പറഞ്ഞ അതിൽ ഈ പറഞ്ഞ വലിച്ചിട്ടില്ല. അത് ഈ അമ്മയുടെ അഭിനയിച്ച പുള്ളിക്കാരി ആ ടൈമിലൊക്കെ പെർഫോം ചെയ്തൊക്കെ നല്ല രസമായിട്ടായിരുന്നു.
അതെ അതെ, അവരൊക്കെ ഈ പറഞ്ഞ എനിക്ക് പക്ഷേ പുള്ളിക്കാരുടെ ഡബ് കുറച്ച് ബാക്കിയുള്ളവരുടെ ഡബിന് മേലെ നിൽക്കുന്ന പോലെ തോന്നി. കുറച്ച് ലൗഡായിട്ട് ഫീൽ ചെയ്തത്. കുറച്ച് ആക്ടിങ് വൈസ് ആണെങ്കിലും കുറച്ച് ഈ പടത്തിൻ്റെ മൂഡിന് മേലെ നിന്ന കുറച്ച് ടീംസ് അവരൊക്കെയാണ്. അത് ഈ ഡയറക്ടർക്ക് ഉറപ്പില്ലാത്ത ഓരോ പോർഷൻസ്, ബാക്കിയെല്ലാം ഡയറക്ടർക്ക് മനസ്സിലാക്കി ഇത് ഈ ടോണാണ്. ഇപ്പോൾ ഈ അമ്മച്ചിയെ എങ്ങനെ എത്ര ലൗഡാക്കണോ, പിന്നെ അതുപോലെ തന്നെ എനിക്ക് മറ്റേ ഇവരുടെയും ഫീൽസ്, ഈ സിജു സണ്ണിയുടെയും ആ പോർഷനും വേറെ ആരോ ഡയറക്റ്റ് ചെയ്ത ഫീൽ ആയിരുന്നു. അതായത് ആ പടത്തിന്റെ മൂഡിൽ നിന്ന് കുറച്ച് ഒന്നെങ്കിൽ അവർക്ക് കുറച്ച് ഇംപ്രവൈസ് ചെയ്യാൻ കൊടുത്തു, അല്ലെങ്കിൽ ആ ഏരിയ കുറച്ച് അവരുടെ ഏതായാലും ഇൻപുട്ട് അവരുടെ ഭാഗത്ത് നിന്ന് എടുക്കും, ഉറപ്പായിട്ടും എടുക്കും. കാരണം അവർ അതിൻ്റെ ആൾക്കാരാണ്. അന്ന് വ്യസന സമയത്തിന് ശേഷം കണ്ട സിനിമയായിരുന്നു റോന്ത്. ഷാഹി കബീറിൻ്റെ രണ്ടാമത്തെ ഡയറക്ടോറിയലാണ്. ആദ്യത്തെ സിനിമ ഇലവീഴ പൂഞ്ചിറ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഓൾറെഡി ഒരു ജോസഫ്, ഇലവീഴ പൂഞ്ചിറ, നായാട്ട് അനൗൺസ് ചെയ്തില്ല, അങ്ങനെ പറഞ്ഞു. അതായത് പിന്നെ ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടി, അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പടമാണ് ഈ 4 പടം പുള്ളി എഴുതിയതാണ്. അപ്പോൾ ഇലവീഴ പൂഞ്ചിറ പുള്ളിയല്ല എഴുതിയിരിക്കുന്നത്, പക്ഷെ അത് പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ, ഇത് സെക്കൻഡ്. പക്ഷെ അതിൽ തന്നെ അദ്ദേഹം ഡയറക്ടറാണ്, മനസ്സിലാവും. അത്രയ്ക്ക് നല്ല വർക്കാണ്. ചെറിയ പടം എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അത് തന്നെ അതേ പരിപാടിയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ 2 പോലീസുകാരാണ്, മെയിൻ ക്യാരക്ടർ 2 പോലീസുകാരായിട്ടാണ് പോകുന്നത്. ഇവിടെ 2 പോലീസുകാരാണ്, ദിലീഷ് പോത്തനും റോഷൻ. ഇവരുടെ കൂടെ ഒരു രാത്രിയിൽ പെട്രോളിങ്ങിന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന പോലെയാണ് ഈ സിനിമയുടെ ഒരു സ്ട്രക്ചർ. അതെ അതെ. അപ്പോൾ നമ്മൾ പണം തുടങ്ങുന്ന മുതൽ ഇവർ വിരാട് റോന്തിന് പോകുന്ന ടൈം മുതൽ പണം തീരുന്നവരെ നമ്മളിങ്ങനെ ഇവരുടെ കൂടെ സഞ്ചരിക്കുക. അത് എനിക്ക് ഭയങ്കരമായിട്ട് സെറ്റായ ഒരു പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ കുറച്ചധികം നല്ലപോലെ ആസ്വദിച്ച സിനിമയാണ്. ഈ 2 സിനിമയാണേലും മലയാള സിനിമ എന്ന് പറയുമ്പം മനസ്സിൽ വരുന്ന നല്ല ആക്ടിങ്, നല്ല റൈറ്റിങ്, നല്ല മേക്കിങ്, അതായത് ചെറിയ ബഡ്ജറ്റിൽ നല്ല പടം, ഇതെല്ലാം എലമെന്റ്സും ചേർന്ന 2 പടമായിരുന്നു. അപ്പം 2ഉം നന്നായിട്ട് ഓടുന്നുണ്ട്. ആക്ച്വലി ഞാൻ കയറിയപ്പോൾ റോന്തിനായിരുന്നു ആൾ കുറവ്, മറ്റേ നല്ല ആളുണ്ട്. ഞങ്ങൾ കയറിയപ്പോൾ റോന്തിന് ഹൗസ്ഫുൾ ആയിരുന്നു. റോന്തു ഈ പറയുന്ന പോലെ മേജർ സംഭവം എന്ന് പറഞ്ഞാൽ ഈ 2 ആക്ടേഴ്സ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദിലീഷ് പോത്തനെയാണ്. ഈ റോഹൻ ആക്ച്വലി ആ ക്ലൈമാക്സ് റോഷൻ നിങ്ങൾ ഈ ആൾക്കാരുടെ പേര് തെറ്റിച്ചേറ്റിച്ച് പറയുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? അല്ല, പൊതുവേ ഞാൻ കുറച്ച് തെറ്റി. അതായത് റോഷൻ്റെ ആ ക്ലൈമാക്സ് പോർഷനിൽ ഒഴിച്ച് അത് കുറച്ച് പാടാണത് കൺവിൻസിംഗ്ലി അഭിനയിച്ച് ഫലിപ്പിക്കാൻ. മറ്റേ ആ ഒരു ക്ലൈമാക്സ് കൂടുതൽ സ്പോയിലേഴ്സൊന്നും ഇല്ലാതെ ക്ലൈമാക്സ് ഒരു പോർഷൻ ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ ആ സീന്, അങ്ങനെ കുറച്ച് സീൻസ് ഉണ്ട്. റോഷൻ്റെ ക്യാരക്ടറിന് കുറച്ചധികം എന്താ പറയുക, ലൗഡായിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചധികം ചെയ്യാനുണ്ട് ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറിനെ അപേക്ഷിച്ച്. ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അതായത് അവരുടെ ആ ഒറിജിനൽ ക്യാരക്ടേഴ്സ് പോലെ തന്നെ ദിലീഷ് പോത്തൻ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളും ലെക്സ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പുതിയൊരു പുള്ളിയായിരിക്കും ഇമോഷണലി ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ള, ഭയങ്കര വോളറ്റൈൽ എന്നല്ല, എന്താ പറയുക, വേഴ്സറ്റൈൽ. വൾണറബിൾ. അപ്പം പുള്ളിയെ എല്ലാവരും ഇട്ട് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ കുറച്ച് നമുക്ക് പാവം തോന്നും. ശരിക്കും റോഷന്റെ ക്യാരക്ടറിനോട് ഭയങ്കര പാവം തോന്നും. ആ ക്യാരക്ടറിന് വേണ്ടി നമ്മൾ റൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര ഈ ക്യാരക്ടറിന് അയ്യോ ഈ പുള്ളിക്കൊന്നും സംഭവിക്കില്ല എന്ന് തോന്നലുണ്ടാവുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. അതായത് ഇതിന്റെ പ്രൊമോഷൻ സമയത്ത് പടം കണ്ടിട്ട് മറ്റേ ട്രെയിലർ അല്ലല്ല, റോഷന്റെ നായികല്ലേ, അതിന്റെ പേര് മറ്റേ കൃഷാക്കുറുപ്പ്. അപ്പം കൃഷാക്കുറുപ്പ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് റോഷനെ മറ്റേ അതാ ലാസ്റ്റ് ക്ലൈമാക്സ് കണ്ടിട്ടായിരിക്കും. അവർക്കെല്ലാ സീനും അറിയത്തില്ലല്ലോ. ചിലപ്പം പടം കാണുമ്പോഴായിരിക്കും റോഷന്റെ എൻഡിങ് കണ്ടപ്പോൾ കുറച്ചുകൂടെ സങ്കടം തോന്നിക്കാണും പുള്ളിക്കാരൻ്റെ ക്യാരക്ടറോട്. അതെ, ശരിക്കും നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഈ സിനിമ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഇമോഷൻ വർക്കാവുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് തോന്നില്ല, ഷോ ഇയാൾക്കൊന്നും സംഭവിക്കരുത് എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു പടം. അത് സംഭവിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു ഫീലിംഗ് ടുവേർഡ്സ് ദി ക്ലൈമാക്സ് ആണ്. ഇത് ഇവരുടെയൊക്കെ ജീവിതം വല്ലാണ്ടായി. അത്ര ഈ സിനിമയുടെ ട്രെയിലർ പോലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഇതുപോലെ ആക്ഷൻ ഹീറോ ബിജു പോലെ ഒരു ബന്ധമില്ലാത്ത മ്യൂസിക്. അതെ, നമ്മൾ കാണുമ്പം ഒരു ഭയങ്കര ഈ പറഞ്ഞ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ റോഡിന്റെ ട്രെയിലർ കാണുമ്പോഴും കുറച്ച് ഹാപ്പി മൂഡിലാണ്. അതായത് അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് അതാണ് റോഷൻ വാങ്ങി വിളിച്ചിരുന്നത്. അതെ, റോഷൻ ഈ ട്രെയിലർ കണ്ടോണ്ടിരിക്കും പടം ഇങ്ങനല്ലല്ലോ, പടം ഭയങ്കര സീരിയസ് അല്ലേ. ട്രെയിലർ കാണുമ്പോൾ ട്രെയിലറിനകത്ത് കുറച്ച് നമുക്ക് എവിടെയൊക്കെ ചില ഹ്യൂമർ തോന്നും. അതേപോലെ തന്നെ കുറച്ച് ഹാപ്പി മൂഡ് ട്രെയിലറിനുണ്ട്. അതായത് ഇത്രയും പ്രശ്നങ്ങൾ ആ പടത്തിന്റെ ട്രെയിലറിനകത്ത് കാണിക്കുമ്പോഴും കുറച്ചുകൂടെ ആ ട്രെയിലറിൽ പോലും ഷിഫ്റ്റ് ഇല്ല. ട്രെയിലർ പോലും ഇങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ പല കേസുകൾ, അതെ ഇങ്ങനെ ഒരു ദിവസം മൾട്ടിപ്പിൾ കേസുകൾ പെട്രോളിങ്ങിനിടയ്ക്ക് പല കേസുകൾ
അത് കേസ് കഴിയുമ്പോഴത്തേക്കും പടം കഴിഞ്ഞു പടം കഴിഞ്ഞു അങ്ങനെയാണ് ഞാനും വിചാരിച്ചു പോയത്. പക്ഷേ പടം തുടങ്ങുന്ന ഫസ്റ്റ് സീനിൽ നമുക്ക് മനസ്സിലായി നല്ല ഡാർക്ക് വരുന്നുണ്ട്, എവിടെയോ എൻഡിലേക്ക് എത്തും എന്ന് മനസ്സിലായി. ആ ഒരു എന്താ പറയുക മൂഡിലേക്ക് പടത്തിന് നമ്മളെ കൊണ്ടുവരാൻ പറ്റും. അതായത് പല പടങ്ങളും ഈ മൂഡ് സെറ്റ് ചെയ്യാനാണ് പാട്. ഇങ്ങനെ സീനൊക്കെ വന്നു പോകും, സീൻ 1 സീൻ 2 എന്ന് പറഞ്ഞാൽ എല്ലാം എടുത്തു വെക്കും ഡയറക്ടേഴ്സ്. പക്ഷേ ആ മൂഡിലേക്ക് ഓഡിയൻസിനെ കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. ഞങ്ങൾ പടത്തിന് കയറിയപ്പോൾ ആൾ കുറവായിരുന്നു. അപ്പോൾ ഉള്ള ആളുകൾ പിള്ളേർ ഇവർ ഭയങ്കര ബഹളമായിരുന്നു. അവിടെ നിന്ന് അവിടെ ഇരിക്കുന്നതാ നമുക്ക് എവിടെ വേണം ഭയങ്കര ബഹളം. പക്ഷെ പടം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒറ്റ അനക്കമില്ലായിരുന്നു. അപ്പോൾ അവർ ഇന്നായി. അപ്പം അത്ര എഫക്റ്റീവ് ആയിരുന്നു പടം സ്റ്റാർട്ടിങ് ടു എൻഡിങ്. അതെ, സിനിമ തുടങ്ങി കുറച്ചങ്ങോട്ട് പോകുന്നിടത്ത് സിനിമയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഹ്യൂമറുണ്ട്. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ മറ്റേ നമുക്ക് കോമഡി എന്ന് പറയാൻ കോമഡി അല്ല, നമുക്ക് ആ തിയേറ്ററിൽ നമുക്ക് ആ സിറ്റുവേഷനിൽ പല സ്ഥലത്ത് നമുക്ക് ചിരിക്കാൻ തോന്നുന്ന ചില സാധനങ്ങൾ അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. പൂട്ട് വിളിക്കുന്നത് അതല്ല സാറേ, പൂട്ട് വിളിക്കാൻ ഒരാൾ സാറേ പൂട്ട് വിളിക്കാൻ നീ പോയി നോക്കിയിട്ട് പറഞ്ഞു വരുമ്പോഴേ നമുക്കറിയാം ഇത് ഇവനുള്ള പണിയാണല്ലോ എന്നുള്ളത്. കൈൻഡ് ഓഫ് അങ്ങനെ കുറേ സാധനങ്ങൾ. അതുപോലെ ഇന്റർവെല്ലിൽ പുള്ളി ഓടി വന്നിട്ട് തെന്നി വീഴും. തെന്നി വീണും ബോധം പോകും റോഷൻ്റെ. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ആൾക്കാരായിട്ട് അറിയാം, സാറേ സൂക്ഷിക്കണേ അവിടെ ഒരു തിട്ടുണ്ട് എന്ന് റോഷൻ പറയുന്ന സാധനങ്ങളൊക്കെ തിയേറ്ററിൽ ഭയങ്കര നിഷ്കളങ്കനാണ്. അതെ, ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതായത് സങ്കടം വരും. ദേഷ്യം വരുന്നതിന് കാരണം ഈ മറ്റേ എന്താ പറയുക, സുപ്പീരിയറായിട്ടുള്ള ഓഫീസർ പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൊറിയല്ല പുള്ളിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആ ഡ്രൈവ് സീറ്റിൽ ഇരിക്കുന്ന ആരായാലും ഈ കറക്റ്റായിട്ട് കാര്യം നടക്കുന്നുള്ള ലൈനായിരിക്കും. അല്ല, ഭയങ്കര ഷിഫ്റ്റ് അത് റോഷൻ്റെ ക്യാരക്ടർ റൈറ്റിങ്ങിൽ. സാർ അങ്ങനെ കാണിച്ചാൽ തിരിഞ്ഞ് പിണങ്ങിയൊക്കെ നിൽക്കും. എന്നിട്ട് പുള്ളി കഥ പറയുമ്പോഴത്തേക്കും ഞാൻ ഓക്കെയാണ്. അതായത് പെട്ടെന്ന് നമ്മളൊരാളെ, അതായത് ശരിക്കും ഈ പടത്തിൽ നമ്മൾ റോഷൻ ദിലീഷ് പോത്തനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണോ അതേപോലെ നമ്മൾ ഓഡിയൻസ് മനസ്സിലാക്കുന്നത്. അത് ദിലീഷ് പോത്തനെ ആദ്യം പോലെ നമുക്ക് കാണുമ്പോൾ ഇയാൾ ചൊറിയനാണല്ലോ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. പക്ഷേ ആ ക്യാരക്ടർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഒരു പോയിന്റിൽ നിന്ന് ഈ പുള്ളിയുടെ കുറച്ച് ഇമോഷണൽ ലൈനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് റോഷൻ എന്താണോ തോന്നുന്നത് അത് നമുക്കും ഫീൽ ചെയ്യുന്ന പോലെയാണ് ആ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദിലീഷ് പോത്തനായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. അപ്പോൾ റോഷനോട് നമുക്കൊരു ഇമോഷണൽ കണക്ഷനും ദിലീഷ് പോത്തൻ ഇയാൾ എന്താണെന്ന് അറിയാൻ ഒരു ആഗ്രഹം. അപ്പം പിന്നെ അത് രണ്ടുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ട് ദിലീഷ് പോത്തൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാവും. ഇവർ ഓൾറെഡി അത് പുള്ളി വൃത്തിയായിട്ട് നമ്മളെ കാണിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ആ സീനിലായിരുന്നു കുറച്ചുകൂടെ ടൈറ്റ് എന്നല്ല, എനിക്കത് ഞാൻ രാത്രി 12 മണിയുടെ ഷോ കണ്ടുകൊണ്ടായിരിക്കും ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ സംഭവങ്ങളെല്ലാം ഓക്കെ ഇനി അത് റാപ്പപ്പ് ചെയ്യാമെന്ന് തോന്നിയായിരുന്നു. ഒരു 10 മിനിറ്റ് കുറേ അല്ല അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിലീഷ് പോത്തൻ്റെ വൈഫ് അവരുടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, പുള്ളിയുടെ ഒരു ഇമോഷണൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇതെന്താണെന്ന് നമുക്ക് വിഷ്വലി ഡയറക്ടർ കാണിച്ചു തന്നിട്ടുണ്ട്. അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പുള്ളി. ഇതിങ്ങനെ വിഷ്വലി സിമിത്തേരിയിലെ സീന് ഭാര്യയുടെ സിറ്റുവേഷൻ എന്താണെന്നും അത് കഴിഞ്ഞിട്ട് ഇവർ ഡീൽ ചെയ്യുന്ന ഒരു കേസുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ നമുക്കിങ്ങനെ കണക്ട് ചെയ്താൽ ഓക്കെ ഇദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റോറി ഇതാണ്, ഇദ്ദേഹത്തിൻ്റെ വൈഫിനും ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ ഇതാണെന്ന് നമുക്ക് തന്നെ ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കാൻ സിനിമ കാണുന്നത് സംഭവിക്കും. പക്ഷേ ഇതേ സാധനം ഇതിനെ ലാസ്റ്റ് റോഷന് വേണ്ടി ദിലീഷ് പോത്തൻ റോഷനോട് പറയുന്നൊരു സീനുണ്ട് ലാസ്റ്റ്. അത് ആക്ച്വലി വേണ്ടായിരുന്നു നമുക്ക് തോന്നുന്നു. കാര്യം നമ്മൾ കുറച്ചധികം എക്സ്പോസിറ്റോറിയാണ്. ഇങ്ങനെ ഇന്ന കാരണങ്ങളാണ്, ഇന്ന പോയിന്റ് ബി എന്ന് പറഞ്ഞ് കുറച്ചധികം നേരം പറയുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ വേണ്ടായിരുന്നു. അത് അതിന്റെ ഡയലോഗ് റൈസിങ് എന്തോ ആ സീൻ ഒന്ന് ഇച്ചിരി ഒന്ന് റീറൈറ്റ് ചെയ്ത് കുറയ്ക്കോ അല്ലെങ്കിൽ അത് എനിക്ക് മനസ്സിലായത് അത് കുറച്ചുകൂടെ ഒരു സ്പൂൺ, അതായത് ഈ കാണുന്ന സിനിമ കാണുന്ന എല്ലാ ഓഡിയൻസിനും ഇങ്ങനെ ഈ വിഷ്വലിനകത്തൊന്നും ഈ സാധനം കണ്ടുപിടിച്ചെടുക്കാനുള്ള സമയമൊന്നുമില്ല. കുറച്ച് പേർക്ക് ഇതിങ്ങനെ ചവച്ചുപ്പി കൊടുത്താലേ അവരത് എടുത്തുണ്ടെങ്കിൽ പോകത്തുള്ളൂ എന്നുള്ള ലൈനിലാണ് അവർ ലാസ്റ്റ് ഈ ദിലീഷ് പോത്തൻ്റെ കഥ എന്താണെന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞേക്കാം എന്നുള്ള ലൈനിൽ അത് മറ്റൊരു ക്യാരക്ടർ പറയുന്നത്. അത് ശരിക്കും ഈ റോഷൻ ആക്ച്വലി ഇത് റോഷന് വേണ്ടി പറയുന്നത് റോഷൻ ഇത് മനസ്സിലാക്കി എടുക്കുന്നില്ല. നമ്മൾക്ക് ഇത് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ്, അതായത് എനിക്ക് മനസ്സിലായ സിനിമയിൽ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച റോഷൻ നമ്മൾ കാണുന്ന പോലെ പുള്ളിയുടെ ബാക്ക് സ്റ്റോറി റോഷൻ കാണുന്നില്ല. റോഷനോട് പുള്ളി പറയുമ്പോഴാണ് അവനെ പുള്ളി മനസ്സിലാവും. എഴുതിയതേ കുറച്ച് കുറയ്ക്കായിരുന്നു. അത് അത്രയും ഡീറ്റെയിൽ രണ്ടുപേരും കേൾക്കുന്നുണ്ടല്ലോ, നമ്മളും കേൾക്കുന്നുണ്ട്. നമ്മളെയും റോഷനെയും അനുസരിച്ചാണെങ്കിൽ ആ റൈറ്റിങ്ങിന് കുറച്ചുകൂടെ വ്യത്യാസം വരുത്തായിരുന്നു. നമ്മൾ കേൾക്കുമ്പോഴും കുഴപ്പം വരരുത്, എന്നാൽ റോഷനും മനസ്സിലാവും. അങ്ങനെയായിരുന്നു ആ സീൻ കുറച്ചുകൂടെ. അത് ഭയങ്കര പ്രശ്നമൊന്നുമല്ല പടത്തിൽ. അത് നമുക്കത് കണ്ടപ്പോൾ തോന്നിയത് ഓൾറെഡി നമുക്കത് അതുപോലെ മീൻസ് വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൽ പുള്ളി അത് ഒരുപാട് സാധനങ്ങളുണ്ട്. നല്ല ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഉണ്ട്. അതായത് ഈ റോന്തിന് പോകുമ്പോഴത്തേക്കും ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പെട്രോളിങ് എങ്ങനെയാണെന്ന് എനിക്ക് കുറച്ച് ഐഡിയ കിട്ടിയത് പടം കണ്ടപ്പോൾ. അതായത് മറ്റേ ഒരു തുടക്കം തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്ന് രാത്രി എന്തെങ്കിലും വേറെ വിഷയമുണ്ടോ, വലിയ ഒരു പെട്രോളിങ് മാത്രമേ ഉള്ളൂ പറയും. അപ്പം പെട്രോളിങ് നമ്മുടെ ജൂറിസ്ഡിക്ഷനിലുള്ള പോയിന്റ് എ ടു പോയിന്റ് ബി മാത്രമേ ഉള്ളൂ. അതെ, അതായത് അത് പെട്രോളിംഗ് അല്ല, എന്താ വെച്ചാൽ പൈലറ്റിംഗ്. അതായത് നമ്മുടെ ആക്ച്വലി ഒരു മിനിസ്റ്ററോ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് പൈലറ്റ് പോകുമല്ലോ ഈ പോലീസുകാർ. ഇത് പോകുന്നത് ഇവരുടെ ജൂറിസ്ഡിക്ഷനിൽ
അവരുടെ എന്താ അതിർത്തി വരെ മാത്രമേ ഉള്ളൂ പോകുന്നത്. അത് കഴിയുമ്പോൾ അടുത്ത അതിർത്തി എത്തുമ്പോഴത്തേക്ക് ആ ബോർഡർ എത്തി കഴിഞ്ഞാൽ അടുത്ത വണ്ടി വരിക. അങ്ങനെയാണെന്ന് എനിക്ക് അത് നമുക്കറിയത്തില്ല. ഞാനിത് കണ്ടപ്പോൾ ആലോചിച്ച് ഇതെന്താ ഇങ്ങനെ പോണത് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുക ഇത് ഇങ്ങനെയാണ് ഇതിന്റെ സീൻ. നമ്മൾ വിചാരിച്ച പോലെ ഒരു പോലീസ് വണ്ടി ഇവരുടെ മിനിസ്റ്ററെ വരെ തിരുവനന്തപുരത്ത് ആലപ്പുഴ അല്ലെ കൊച്ചി വരെയും ഇവരെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോലെ ഇതിങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും നമുക്കറിയില്ല. നമ്മൾ ഈ പടത്തിൽ കണ്ടത് വെച്ചാൽ നമുക്ക് തോന്നുന്നു ഓക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് നമുക്ക് പുതിയൊരു ഇൻഫർമേഷൻ പോലെ. അതുപോലെ ഈ റോന്തിൽ വരും. പിന്നെ ഇവർക്ക് പട്ടാ ബുക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ശ്രദ്ധിച്ചുണ്ടോ? അതിൽ ആ സീനിൽ പള്ളിയുടെ അവിടെ പോയിട്ട് പുള്ളി ഒരു സാധനം പട്ടാ ബുക്ക് എഴുതിയതാണ്. അതിനെപ്പറ്റി ഷാഹി കബീർ ഒരു ഇന്റർവ്യൂ നമുക്ക് അങ്ങനെ അത്ര ഭയങ്കര ഡീറ്റെയിൽ കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഇവര് വണ്ടികൾ നോക്കുക ചെക്ക് അങ്ങനെ കുറെ സംഭവങ്ങൾ ഈ നമ്പർ എഴുതിയെടുക്കും. അതുപോലെ തന്നെ രാത്രി ഞാനിപ്പോ കൊച്ചിയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മളെ നിർത്തിയിട്ട് നമ്മുടെ ഈ റോഡ് വഴി കടന്നുപോയ വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കുന്ന പോലെ. അപ്പം അങ്ങനെ കുറേ എന്താ പറയുക ഡീറ്റെയിൽസ് പടത്തിലുണ്ട്. അതങ്ങനെ ഡീറ്റെയിൽസ് നമ്മൾ നിർത്തി ഇങ്ങനെ ഞങ്ങൾക്ക് പട്ടാവൊക്കെ ഉണ്ട് അങ്ങനെ അല്ലാതെ നമുക്ക് ഈ അതെ ഇവരുടെ ആക്ടിവിറ്റി പോലെ ഇത് നടക്കുന്നത് നമ്മളതിനൊന്നും കണ്ട് ഇതൊക്കെ മനസ്സിലാക്കുന്ന പോലെ. ഈ ആക്ടിവിറ്റി നമ്മൾ കണ്ട് രസിക്കണമെങ്കിൽ അതിൻ്റെ ബേസ് ലൈനായിട്ട് വേറെ അത് ഈ ക്യാരക്ടേഴ്സാണ്. ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ അതൊക്കെ ഭയങ്കര രസമാണ്. അതായത് നമ്മുടെ ദിലീഷ് പോത്തൻ ആ പള്ളിയിലച്ഛൻ്റെ ഒരു സീനുണ്ട്. അത് ഭയങ്കര ക്ലിയർ സീനാണ്. ആ തിയേറ്ററിൽ നല്ല കൈയടി വീണ സാധനം. അതായത് പള്ളിയിലച്ഛനെ വണ്ടി തട്ടും പിള്ളേരുമായിട്ട്. അതിന്റെ പേരിലൊരു സംഭവം നടക്കും. അത് ഭയങ്കര രസമാണ്. പുള്ളിക്ക് പ്രത്യേകിച്ച് പുള്ളിയുടെ ഫാമിലിയോട് അല്ല വേറെ ആരോടും വലിയ കൂറൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ പുള്ളി മറ്റേ ഭയങ്കരമായ വിശ്വാസം മറ്റേ ഒരു ഐഡിയ അല്ലേ പുള്ളി കമ്മ്യൂണിസത്തിനെയും ചീത്ത വിളിക്കുന്നുണ്ട്, മറ്റേ വിശ്വാസികളെയും എല്ലാത്തിനെയും പറയും. എന്നാൽ പുള്ളി ഒരു സ്റ്റാർ തൂക്കുന്നുണ്ട്. അതായത് എന്റെ മറ്റേ നമ്മളൊക്കെ പറയുന്ന പോലെ ആണ്, എന്നാലും എന്റെ ദൈവമേ എന്താ പറയുന്ന പോലെ അതായത് ഇതൊക്കെ ശീലത്തിനകത്തുണ്ട്. അതായത് നമ്മുടെയൊക്കെ ശീലത്തിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ജാതിയോ മതമോ ഒക്കെ എല്ലാം ഉണ്ട്. പക്ഷെ ഐഡിയോളജിക്കലി ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊന്നുമില്ല അത്രേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനത്തെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് ദിലീഷ് പോത്തൻ. അത് പടത്തിൽ ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ പുള്ളി വരുന്നത്. അതുപോലെ ഈ റോഷന്റെ ഭാര്യയും അമ്മയെ കൊണ്ട് ഇവർ ഹോസ്പിറ്റലിൽ എത്തുന്നൊരു സീനുണ്ട്. ആ സീനിൽ ഈ അവിടെ ഇരിക്കുന്ന 2-3 പേര് വന്നിട്ട് സാറേ ഇവരെ ഏത് ലോഡ്ജിൽ പിടിച്ചെന്നുള്ള ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്നുമില്ല. രണ്ട് അവിടെ നിന്ന് 2 പേര് വന്ന് ചുമ്മാ ചോദിക്കുക. അതിന് ദിലീഷ് പോത്തന്റെ മറുപടി നല്ല രസം. അത് തിയേറ്ററിൽ കിടില സാറായിരുന്നു. അതൊക്കെ അങ്ങനെ കുറെ നല്ല അത് എസ്പെഷ്യലി ഡയലോഗ് റൈറ്റിംഗ് പടത്തില് നല്ല രസമായിരുന്നു. ഭയങ്കര നാച്ചുറലാണ്. ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇങ്ങനെ പറയുന്ന ഡയലോഗായിട്ട് തോന്നത്തില്ല. അതെ ഇവരുടെ ഞാനിങ്ങനെ കഥ പറയുന്ന പോലെ, അതായത് എന്താ സംഭവിക്കുന്നത് എന്നുള്ള കഥ ഒരാൾ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ല. ഇതിന് നമ്മൾ നാച്ചുറൽ ആയിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു മറ്റേ എക്സ്പോസിഷൻ സീനില്ലേ ദിലീഷ് പോത്തൻ സ്വന്തം കഥ പറയും അവിടെ മാത്രമേ അതിനൊരു ചേഞ്ച് വന്നു. അതായത് ചേഞ്ച് വന്നു വെച്ചാൽ അത് കുറച്ചുകൂടെ ഡ്രാമാറ്റിക് ആയിട്ട് നമ്മുടെ സിനിമയിൽ നമ്മൾ സീൻ സെറ്റ് ചെയ്ത പോലത്തെ പരിപാടിയാണ് അല്ലേ. നമ്മൾ പ്രോപ്പറായിട്ട് എഴുതിയ ഡയലോഗ്സ് പറഞ്ഞ് അങ്ങനത്തെ ഒരു ലൈൻ ബാക്കി എല്ലാത്തിനും അത്യാവശ്യം നാച്ചുറൽ ഒരു സംഭവം ഉണ്ടാവും. അത് കുറച്ചുകൂടെ ഇത് വേറൊരു ലൈനാണല്ലോ എന്ന് തോന്നുന്നു. പിന്നെ മറ്റേ ഒരു കൊച്ചിനെ രക്ഷപ്പെടുന്ന ഒരു സീനാണ്. ആ സീൻ ത്രൂ ഔട്ടും അതിനകത്ത് വരുന്ന എലമെന്റ്സും ഇപ്പം അതിനകത്ത് ഈ റോഷന്റെ ഒരു ബാക്ക് സ്റ്റോറി ഇതുപോലെ എക്സ്പ്ലനേഷൻ ഇല്ലാതെ പറയുന്നുണ്ട്. അപ്പോൾ അതും ഭയങ്കര എഫക്റ്റീവാണ്. അത് എന്തോ അതിന് മുമ്പ് ഒരു പോലീസുകാരോട് ചുമ്മാ പോലീസുകാരോട് ഇങ്ങനെ വണ്ടി വരുമ്പോഴേക്കും പറയുന്നുണ്ട് ഇങ്ങനെ സാറേ ആരാ ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മാനസിക രോഗം എന്ന് പറയുമ്പോഴത്തേക്ക് സാറേ ഞാൻ വരത്തില്ല സാറേ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ പുള്ളി വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് റോഷൻ കയറാതെ വണ്ടി നിർത്തുമ്പോൾ ഒരു കിണർ കാണും. ഈ കിണർ കാണുമ്പോൾ റോഷൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഇങ്ങനെ ഒരു വീസ് വരുന്ന ഒരു ചെറിയ വ്യൂ വരുന്ന പോലെ മറ്റേ കിണറ്റിനകത്തുനിന്ന് ഒരാളെ പൊക്കി എടുക്കുന്നതും ആ ട്രെയിലറിലുണ്ട് ആ ഷോട്ട്. അതായത് ആ ബോഡി താഴേക്ക് പോകുന്ന പോലെ അങ്ങനെ ശ്രദ്ധിച്ചു. പക്ഷെ അത് എയർഫോഴ്സ് വരേണ്ട പോലത്തെ ഒരു അതെ അപ്പോൾ അതിനെ പുള്ളിയുടെ ഒരു ബാക്ക് സ്റ്റോറി പോലെ സാധനമാണ്. അപ്പം അങ്ങനെ അവിടെ ആ ഹൊറർ എലമെന്റ് ഒരു ചെറിയ ഇടയ്ക്ക് 2 പോർഷനിൽ ഉണ്ട്. ഈ ഹൊറർ ഒരു സംഭവം ഉണ്ട്. ഒരു ജംസ്കെയർ എലമെന്റ് പോലെ സാധനങ്ങൾ പുള്ളി പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ എലമെന്റ്സ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസമുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം ഈ ഒരു സ്ട്രക്ചറിൽ സ്ക്രിപ്റ്റ്, അതായത് 2 പോലീസുകാർ രാത്രി പെട്രോളിങ്ങിനെ ഇറങ്ങുന്നു, ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഈ ഹൊററും എല്ലാം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം അത് നൈസായിട്ട് ഒരുപാട് ഓവറാക്കാതെ കൊണ്ടുവന്നൊക്കെ ഭയങ്കര രസമുണ്ട്. മറ്റേ സ്ഥിരം ഈ ഹൊറർ സീൻ കാണിക്കുമ്പോഴത്തേക്കും മറ്റേ ഓരിയിടുമല്ലോ ആ സാധനമൊന്നും ഇല്ലാതെ. പക്ഷെ എനിക്കത് എഫക്റ്റീവായിട്ട് എനിക്ക് കണ്ടു തോന്നിയ സംഭവമുണ്ട്. ഈ പുള്ളി ഒരു ഹൊറർ പടം എടുത്താൽ എങ്ങനെയായിരിക്കും? ഒരു ഭയങ്കര റിയലിസ്റ്റിക് ഹൊറർ പടം. അതായത് ശരിക്കും ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഭയം തോന്നുന്ന ഒരു മനുഷ്യൻ്റെ ഒരു സിറ്റുവേഷനെ അങ്ങനത്തെ ഒരു ഹൊറർ സിനിമ ഷാഹി കബീർ എടുത്താൽ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും. നമ്മളീ പറഞ്ഞ മറ്റേ പ്രേതം വരുന്നു, മേപ്പളം തിരുമ്പഴി വിളിക്കുന്നു, ആ പരിപാടിക്ക് അല്ലാതെ ശരിക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു ഹൊറർ. ഇതിനകത്ത് ആക്ച്വലി ശരിക്കും പേടിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് മറ്റേ ആ കൊച്ചിനെടുക്കുന്ന സീനാണെങ്കിൽ ഞാൻ ആക്ച്വലി
കൊച്ചിനെ എടുത്തിട്ട് അവർ കൊച്ചിനെ കൊണ്ട് പോകുന്നില്ല. ഇങ്ങനെ നമ്മൾ വേറെ ആളുകളുടെ ഫേസ് കാണിക്കുമ്പോൾ ഈ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട് കൊച്ചിന്റെ വല്ലാണ്ട് ഇങ്ങനെ തോന്നും. അത് അതിനെന്തെങ്കിലും അതിലാ റോഷൻ, ആ പുള്ളി റോഷനെ ഇങ്ങനെ മറ്റേ കത്തി വെച്ചിട്ട് അടിക്കും ഇങ്ങനെ ശരിക്കും പേടിച്ചു. ശരിക്കും അത് ശരിക്കും ഒരു മാനസികമായ ആളെ ഒരു പോലീസുകാരൻ ഹാൻഡിൽ ചെയ്തു. ആ പുള്ളിക്ക് എക്സ്പീരിയൻസ് ആരോഗ്യമേസാണെന്ന് പുള്ളി പേടിച്ചിട്ട് ഞാനിപ്പം മരിക്കുന്നൊരു തോന്നലൊരു മനുഷ്യൻ ഉണ്ടാകുമ്പോൾ അയാൾ എങ്ങനെ റിയാക്ട് ചെയ്ത് പോകുന്നുള്ള ലൈനിലാണ്. അല്ല എനിക്ക് തോന്നിയത് റോഷന്റെ പുറകെ 2 ഫയർഫോഴ്സുകാരുണ്ടായിരുന്നു. അവരനങ്ങുന്നില്ല, അവരിങ്ങനെ വലിയ നിൽക്കുക. അപ്പം പിന്നെ ദിലീഷ് പന്ത് പറഞ്ഞു നോക്കി നിൽക്കാതെ പിടിക്കണോ എന്ന് പറയുന്നവരെ നിൽക്കുകയാണ് അവര്. അതെ, അപ്പം ഞാൻ സിനിമ അപ്പം നമുക്ക് അങ്ങനെ തോന്നും. അത് ശരിക്കും നമ്മൾ സിനിമയെ കാണുമ്പോൾ പണ്ട് കത്തി വെച്ചിട്ട് മറ്റേ ആൾക്കാരെ നിൽക്കുന്ന നായകൻ വന്നിട്ട് മറ്റേ ഇങ്ങനെ തിരിച്ചു പിടിച്ച് കത്തി വാങ്ങിക്കുന്നോ, ഇതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടുണ്ട്. റിയൽ ലൈഫിൽ കത്തിയും കൊണ്ട് വെട്ടാൻ വരുമ്പോൾ എല്ലാവരും അത് എത്ര ധൈര്യശാലിയാണെങ്കിലും ഒരു അല്പം മാറി നിൽക്കും. കാര്യം മറ്റേ കയറി കൊടുത്താൽ വെട്ട് കിട്ടിയതാണ്. സിനിമയെ കാണുന്ന പോലെ മറ്റേ വെട്ടുമ്പം വരെ മുറിയാത്ത പരിപാടിയൊന്നും ഇല്ല. ഇവിടെ വെട്ടിയ മുറിയും എല്ല് പൊട്ടും, അങ്ങനെ ഒരുപാട് സംഭവം നടക്കും. അതുകൊണ്ട് തന്നെ ആ ഭയം ഉണ്ടാക്കി തരും നമുക്ക്. അങ്ങനെ ഒരാൾ കത്തിയും പിടിച്ചു നിൽക്കുമ്പം ഇപ്പം ഞങ്ങൾ ഈ ഫിൽം മേക്കിംഗ് ഇഷ്ടമുള്ളതുകൊണ്ടും ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും പല പടങ്ങളും കാണുമ്പോൾ അതിൻ്റെ സീൻസ് കാണുമ്പോഴത്തേക്ക് ഇതിനകത്ത് ക്യാമറ എങ്ങനെ പ്ലേസ് ചെയ്തു, എങ്ങനെ മൂവ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ നോക്കും. പക്ഷേ ഇതിനകത്ത് പല സീനുകളിലും എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ അങ്ങനെ ഫീൽ ചെയ്തില്ല. നമ്മൾ ആ സ്റ്റോറിയുടെ കൂടെ പോകാം. ഈ സീൻ ഭയങ്കര എഫക്റ്റീവ് ആയതിന് അതിൻ്റെ ക്യാമറ പ്ലേസ്മെൻറ്റിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടെങ്കിലും ഞാൻ ആ ക്യാമറ ഇവിടെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണല്ലോ എന്നല്ല ശ്രദ്ധിക്കുന്നത്. നമ്മൾ ആ സീൻ്റെ അകത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ കുറച്ച് പടങ്ങളിലെ ഇപ്പം കിട്ടാറുള്ളൂ. അത് സിനിമോട്ടോഗ്രഫി എന്ന് പറയുന്ന സംഭവം നമ്മൾ മറന്നുപോകും. അതായത് നമ്മൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇത് ഒരാൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാത്ത പോലെയാണ് ആ സിനിമ. അത് പലപ്പോഴും ഇപ്പം സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതിൻ്റെ സൗണ്ട് ഡിസൈൻ, ടെക്നിക്കൽ സൈഡായി സൗണ്ട് ഡിസൈൻ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും നമ്മളത് അവിടെ ഉണ്ടല്ലോ എന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ അടുത്തിടെ കണ്ട കുറച്ച് സിനിമകളിലൊന്നാണ് ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ നൈറ്റ് സീക്വൻസ് സ്റ്റുഡിയോ. അത് പുള്ളിയുടെ മറ്റേ ഇലവയുടെ മുഞ്ചിറക്കകത്ത് പുള്ളി അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളും നൈറ്റ് തന്നെ ഷൂട്ട് ചെയ്യാൻ പുള്ളിക്ക് കുറേ നിർബന്ധങ്ങളുള്ള കൂടുതൽ മറ്റേ ഈ ഒരു നൈറ്റ് സിനിമാറ്റോഗ്രഫി, അതേപോലെ തന്നെ ഒരു തൂങ്ങി മരണം എനിക്ക് തോന്നുന്നത് ഷാഹി കബീർ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം പോലീസുകാരൻ സമയത്ത് എപ്പോഴെങ്കിലും ചിലപ്പോൾ അദ്ദേഹം ഒരു തൂങ്ങി മരണത്തിന് സാക്ഷിയായിട്ടുണ്ടാവും. അവിടെ ചെന്നിട്ടുണ്ടാവും. ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ പറയത്തില്ലേ, എല്ലാ പോലീസുകാരനും വിരമിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരു മരണം കിടക്കും. അടുത്ത മരണം വരെ അത് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ചിലപ്പം ഷാഹി കബീറിന്റെ മനസ്സിൽ പുള്ളി വർക്ക് ചെയ്തപ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത ഏതെങ്കിലും ഒരു തൂങ്ങി മരണം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ തൂങ്ങി മരണങ്ങളാണ് പുള്ളിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത സംഭവം. അതെ, കാരണം പുള്ളി ഈ പറഞ്ഞ പോലെ ഇതുപോലെ പോയി പോലീസായ സമയത്ത് അറ്റൻഡ് ചെയ്ത കേസുകളുടെ ഭാഗമായിട്ട് അല്ലെ ക്രൈം സീനിൽ ചെന്നിട്ടുണ്ടാവും. ബോഡിയുടെ സ്ട്രക്ചറിങ് ഒക്കെ ഭയങ്കര നമ്മൾ സിനിമയെ കാണുന്ന പോലെ അല്ല അതിനെ അവതരിപ്പിക്കുന്നത്. അതിന്റെ ഭീകരത നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന പോലെ തന്നെയാണ്. അതിങ്ങനെ എന്തൊരു ഹെൽപ്ലെസ്നെസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളെ എന്തോ ഒരു ഹോണ്ടിങ് എലമെന്റ് ഉണ്ടെന്ന് തോന്നുന്നു ആ തൂങ്ങി മരണത്തിന്. ഇതിനകത്തും അത് പുള്ളിയുടെ എല്ലാ പടത്തിലും ഉള്ളതുപോലെ തന്നെ ഇതിനകത്തും എനിക്കൊന്നും ഓഫീസർ ഡ്യൂട്ടിക്കകത്തെ തൂങ്ങി മരണം ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. അതേപോലെ തന്നെയാണ് ഇതിനകത്തും ആ തൂങ്ങി മരണം കാണുമ്പോൾ നമുക്കും വല്ലാണ്ട് ഒരു ഇത് തോന്നും. അത് വന്ന് രക്ഷിക്കുമ്പോഴത്തേക്കും ദിലീഷ് പോത്തൻ ഇങ്ങനെ ഒരു തവണ നോക്കത്തുള്ളൂ. പുള്ളിയുടെ ക്യാരക്ടർ വന്ന് ഇങ്ങനെ നോക്കുന്നില്ല. പുള്ളി ഇങ്ങനെ ഒരു തവണ മേലോട്ട് നോക്കിയിട്ട് പുള്ളി ഇവനെ താഴോട്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു സംഭവമാണ്. അത് ശരിക്കും നമുക്ക് ആ തട്ട് നമ്മളെ തട്ടണ പോലെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാക്കുന്ന അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അതായത് ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അല്ലേ, എനിക്ക് മനസ്സിലാകുന്നത് അത് ശരിക്കും എങ്ങനെ ഇങ്ങനെ ഒരു സീനൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യം. അതിങ്ങനെ ചെയ്ത് നോക്കുമ്പം റീഡിസൈഡ് ചെയ്യുന്നു, അതൊക്കെ കുറച്ച് പിന്നീട് ആലോചിക്കുമ്പോഴേ ഇതെങ്ങനെയാണ് ഇത് ഫൈനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റു പോലീസുകാർ ഒബ്സർവ് ചെയ്തു എന്താ സംഭവം എങ്ങനെയായിരിക്കും മറ്റേ അത് തന്നെ നമ്മളിപ്പോൾ അല്ലെങ്കിൽ പുള്ളിക്ക് ആ ഫീലിംഗ് ഉണ്ടല്ലോ മനസ്സിൽ, അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ ഇതല്ലടാ ഇതിലും എന്തോ കാണുമ്പോൾ പുള്ളിക്ക് ആ ഫീല് ഉണ്ടാവും തോന്നുന്നു. അങ്ങനത്തെ അത് ഓവർ ഡ്രമാറ്റൈസ് ചെയ്ത, അതായത് ഈ പറയുന്ന പോലെ എടാ അവൾ പോയി അങ്ങനൊന്നും എടാ പോയി വിട് മറ്റേ എനിക്ക് അതിനകത്തും ഈ പറയുന്ന പിന്നെ അവരുടെ ഫേസ് കാണിക്കുന്ന ഒരു ഷോട്ട് അത് എനിക്ക് റോഹൻ നിങ്ങൾ എന്നെ പ്രതിനിധിക്കും. റോഷൻ നോക്കുമ്പോൾ അവന്റെ POV ലൈനൊരു കട്ട് വീഡിയോ ക്യാമിൽ ഹസ്ബൻഡ് എന്തോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതുണ്ട്, അത് ഹസ്ബൻഡ് കാണുന്നുണ്ട്. അത് ഹസ്ബൻഡിനെ എനിക്ക് തോന്നുന്നു ലൈവ് വീഡിയോ ചെയ്തിട്ട് എന്തോ അങ്ങനെ എന്തോ ചെയ്താൽ തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവർ തമ്മിൽ കോൺവെർസേഷനിൽ എന്തോ ഇഷ്ടപ്പെടാതെ അങ്ങനെ അത് പുള്ളിക്കാരെ ഒരു ഡിപ്രഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ അതിന്റെ ഭാഗമായിട്ട് എന്തോ ചെയ്തതാണ്. അപ്പോൾ അത് ഓൾറെഡി ലൈവ്
വീഡിയോ കോളിലൂടെ സഹായിച്ചിട്ടുണ്ടോ? മറ്റേ ഇവർ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ലാൻഡ് ചെയ്യുന്നില്ല, വണ്ടി വരുന്ന വഴിക്ക് റോഷൻ നോക്കുമ്പോൾ പിന്നെ ജനലിലൂടെ ഇവർ തൂങ്ങി നിൽക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് പുള്ളി പെട്ടെന്ന് സ്പീഡ് കൂട്ടി അകത്തേക്ക് കയറ്റി ഡോർ തുറന്ന് ഓടിയും കയറുക. അപ്പോൾ അതങ്ങനെ സാധനങ്ങളൊക്കെ ശരിക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഒരു പടത്തിൽ ഒരു നൈറ്റ് ഒരു പോലീസുകാർ പെട്രോളിങ്ങിന് വന്ന പോലീസുകാർ എന്തോരം സംഭവങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ഒറ്റ നൈറ്റുണ്ട്. അപ്പം ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ സിനിമയല്ലേ, സിനിമയ്ക്കകത്ത് വേണമെങ്കിൽ നമുക്ക് ഈ തൂങ്ങി വരണോ ഒരു ആക്സിഡൻറ്റ് പരിപാടിയൊക്കെ കുറച്ചധികം കയറ്റല്ലോ എന്ന് പറയും. പക്ഷേ എന്നാലും നമ്മളൊന്ന് ആലോചിച്ച് ഞാനപ്പം ചിന്തിച്ചു സിനിമ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും ഇവൻറ്റ് കയറ്റുന്നതെന്ന് ഞാനൊരു തവണ ചിന്തിച്ചു കണ്ടുകൊണ്ടിരുന്നപ്പോൾ. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ചിന്തിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അടുത്ത ദിവസം പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം പത്രത്തിൽ നമ്മളൊരു സ്ഥലത്ത് തന്നെ നടന്ന എത്ര ക്രൈം ഉണ്ടെന്നുള്ളത് പത്രം നോക്കി അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത്രയും ക്രൈമിനും വരുന്നത് ഈ ഒരു ടീം ഓഫ് പോലീസുകാരായിരിക്കും അല്ലെങ്കിൽ ഒരു ഏരിയയിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ നടന്നൊരു ദിവസമായിരിക്കും. ഡെഫിനറ്റ്ലി അങ്ങനെ ഇങ്ങനെ നടന്ന ദിവസങ്ങളുണ്ടാവും. ചിലപ്പം ഇവർ ഈ പറഞ്ഞ ഒരു പ്രശ്നമില്ലാത്ത സമാധാനപരമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരിക്കും. ഞാൻ ആക്ച്വലി പണ്ടേ ഈ പറയുന്ന പോലെ പോലീസുകാരൊന്നും അല്ല, പക്ഷേ ഇങ്ങനെ രാഷ്ട്രീയക്കാരോട് ഇവരെ പണ്ട് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ കയറാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആളെ കൂട്ടാൻ വേണ്ടി എന്നെയൊക്കെ വിളിക്കുക. അപ്പം എനിക്കിങ്ങനെ പാർട്ടി അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഇവരുടെ കൂടെ പോകും, ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇവരുടെ കൂടെ പോകും. അപ്പം ഇവരുടെ കൂടെ പോകുമ്പോഴത്തേക്ക് ഇവർ ഒരു നേതാവ് കാണും, അതിൻ്റെ കീഴായിരിക്കും ഇവരൊക്കെ. അപ്പം ഞാനിങ്ങനെ കടപ്പുറത്ത് ഓരോ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ ചെല്ലുന്നു, നമ്മളൊരു കാര്യം പറയുന്നു, അവരത് ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം നടക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഈ പ്രശ്നങ്ങൾ ഒരിക്കലും സോൾവ് ചെയ്യാത്ത അതായത് ഒരു വീട്ടിൽ ആങ്ങളെയും പെങ്ങളും ഉണ്ട്. ഇപ്പോൾ ആങ്ങളെ പുറത്ത് ജീവിക്കും, കാരണം ഈ പെങ്ങൾക്കാണ് ഈ വീട് കിട്ടിയത്. അപ്പോൾ ആങ്ങളെ എന്ത് ചെയ്തു, ഈ വീടിൻ്റെ അതിർത്തിയുടെ ഇപ്പുറത്തൊരു പാവിരിച്ചിട്ട് ഒരു കോലം ഇതൊക്കെ മേടിച്ച് അവിടെ കഴിയുക. ഞാൻ അവളുടെ സ്ഥലത്തല്ല, പക്ഷേ വീടിനോട് ചേർന്ന് ഇത് അങ്ങനെ. അപ്പോൾ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാൻ പോയാൽ ഇയാൾക്ക് വേറൊരു വീട് വെക്കാം. പക്ഷേ ഇതൊന്നും ഒരിക്കലും സോൾവ് ആകത്തില്ല. ഇതിങ്ങനെ ബഹളം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പം വെട്ടും എന്ന് പറയും. അങ്ങനെ ഇത് മിക്കവാറും വിളിക്കുന്നെങ്കിൽ പോലീസുകാരായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഏരിയയിലെ രാഷ്ട്രീയക്കാരായിരിക്കും, ഫയർഫോഴ്സ്. അപ്പോൾ ഇവരൊക്കെ ഡെയിലി ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണുന്നുണ്ട്. ഫയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ പോലും ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. എവിടെയും അങ്ങനെ കൊണ്ടൊരു പടമുണ്ട് ഫയർമാൻ. അത് ആക്ഷൻ ഹീറോ അല്ലേ ഈ ഒരു മോഡല്ലേ നമുക്ക്. ആ സിനിമ ഞാൻ കണ്ടപ്പോൾ ആലോചിച്ചു, അത് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള പടമാണ്. ഫയർ അല്ല, ആ സിനിമ തന്നെ അത് ഭയങ്കര നല്ല പ്രമേസാണ് പടത്തിൻ്റെ. പക്ഷെ അതിൻ്റെ അത് തീപിടുത്തം അല്ലേ ലാസ്റ്റ് ചേട്ടാ, അതൊരു മറ്റേ ഇത് ഗ്യാസ് ടാങ്ക് അത് വന്ന് വീണിട്ട്, ഗ്യാസ് ടാങ്ക് മറ്റേ ടാങ്കർ പറഞ്ഞിട്ട് വാതകം ഇതാവും, സ്പ്രെഡ് ആവും. അപ്പോൾ അവിടെ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ഇവർ ആ സാധനം അത് ബ്ലാസ്റ്റ് ആവാതിരിക്കാൻ ശ്രമിക്കുക ചെയ്യുക. പക്ഷേ ഇത് ആക്ച്വലി ഇത് ഒരു ജയിൽ ചാട്ടത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേര് ക്രിയേറ്റ് ചെയ്യുന്ന ബേസ്. ഈ പ്രിമൈസ് നല്ല രസമാണ്. ആ സിനിമ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് ഭയങ്കര കിടിലനൊരു എന്താ പറയുക, നമ്മുടെ സർവൈവൽ ത്രില്ലർ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് പടം ഉണ്ടല്ലോ, അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. പക്ഷെ അതിൻ്റെ അത്രയും നല്ലൊരു വേർഷൻ അല്ല നമ്മൾ കാണുന്ന പടം. ഒരു ഓക്കെ പടമാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാനത് കണ്ട പിന്നീട് ആരും ആ ശ്രമം നടത്തിയിട്ടില്ല. ഈ ഫയർഫോഴ്സിനെ മെയിനായിട്ട് വെച്ചുകൊണ്ടൊരു പടം ചിലപ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു നല്ല റൈറ്റർ ഇതുപോലെ ഒന്നെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യുമോ അല്ലെങ്കിൽ പിന്നീട് ഡയറക്ടറാവോ ചെയ്യുകയാണെങ്കിൽ. ഇതാണ് സംഭവം. ഇപ്പം ഫയർമാൻ ആ പടം ഇറങ്ങിയിട്ട് ഇത്രയും വർഷമായില്ലേ, കുറച്ചധികം വർഷമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ആ ഫയർഫോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഒരു സെറ്റിംഗ്. ഈ സിനിമയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് എങ്ങനെയാണെന്നും അവരോടൊരു എന്താ പറയുക. ഈ പടം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തിയേറ്ററിൽ നിന്ന് റോന്ത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തിയേറ്ററിൽ നിന്നിട്ടേ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പേര് നടന്ന് വെറുതെ ഇവർ തെറി വിളിക്കുന്ന പിന്നെ അങ്ങനെ ചുമ്മാ ആണോ എന്ന് ചോദിക്കുന്നില്ല. അതായത് ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും അത് മേലുദ്യോഗസ്ഥരെ തെറി കേൾക്കുന്നുണ്ട് ഇവർ ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും സ്ട്രെസ്സും പരിപാടിയൊക്കെ അറിഞ്ഞു ഇരിക്കുന്നല്ലേ, ഇവർ തെറി വിളിക്കുന്നത് വെറുതെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് സഹായിക്കും. അതായത് ഈ ഒരു മൂഡിൽ ഈ ഒരു മീറ്ററിൽ ഇത് പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവർ ഇത്ര ഇതിൻ്റെ. അപ്പം നമ്മളാണെങ്കിൽ രാത്രി എവിടെയെങ്കിലും പോകണമെങ്കിൽ ഊതറാന്ന് പറയുമ്പോഴത്തേക്കും അതെന്താടാ ഞാൻ അങ്ങനെ തിരിച്ച് പറയാം. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, നമ്മൾ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഊതി കൊടുക്കുക, പോവുക, തൂങ്ങിക്കൊലത്തൊന്നും ഇല്ല, പെറ്റി അടച്ചിട്ട് തിരിച്ചു തരാം. അല്ലാതെ അവിടെ കിടന്ന് വെള്ളം വെക്കുകയും മറ്റേ ഇവരുടെ വെക്കിട്ട് കയറാനോ വണ്ടി എടുത്തോ ഓടാനോ ഒന്നും നിൽക്കാതെ അവരുടെ കൂടെ കയറിപ്പോക്കോ. ഇത് വലിയ ക്രൈമാണ് ആക്ച്വലി. പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോലീസ് പിടിച്ചോണ്ട് പോയി നിങ്ങളുടെ ജീവൻ നശിച്ച് നാട്ടിലിറങ്ങി മറ്റേ അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ ഈ വെള്ളം അടിച്ച് പെരുമാറി അത് പറഞ്ഞാൽ മതിയല്ലോ. അത് അല്ലേ, ഇത് വലിയ മറ്റേ കൊലക്കുറ്റമൊന്നുമല്ല. വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചാൽ പോലീസ് ഊതിക്കാൻ നിന്നാൽ ഊതി കൊടുക്കുക, അടിച്ചാൽ അവരുടെ കൂടെ പോവുക, അവർ മെഡിക്കൽ എടുക്കുന്നു. ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ പറഞ്ഞു വിടും ചിലപ്പം. അല്ലാതെ നമ്മുടെ പേരിൽ വലിയ കേസൊന്നുമില്ല, പെറ്റി അടച്ചിട്ട് വീട്ടിൽ പോകും. എന്നെ പിടിച്ചിട്ടില്ല, എന്നെ 2-3 വട്ടം ഉദിച്ചിട്ടുണ്ട്. 2-3 വട്ടം ഉദിച്ചിട്ടും അപ്പം ഞാനങ്ങനെ ആലോചിച്ചു ഷോ ഇപ്പം ഞാൻ വെള്ളം അടിച്ചിരുന്നത് എങ്ങനെയായിരിക്കും ഈ സിറ്റുവേഷൻ എസ്കലേറ്റ് ചെയ്ത് പോകുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അതായത് എന്നെ 2-3 വട്ടം ഉദിപ്പിച്ചിട്ട് നമ്മൾ മദ്യപിക്കാനാണ് രാത്രി പോയിരിക്കുന്നത്.
മദ്യപിക്കാത്ത ആളൊന്നും അല്ല, പക്ഷെ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 2-3 വട്ടം എന്നെ അതും ഊതിച്ച് പാതിരാത്രില്ല, നമ്മൾ സിനിമ കഴിഞ്ഞിട്ടാണ് മിക്ക ടൈമും രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് പോകുന്ന ടൈമേ. അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഊതിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കും, ഇപ്പം എൻ്റെ ശരിക്കും ഞാൻ മദ്യപിച്ചിട്ടാണ് വന്നത്, ഇവർ ഊതിക്കുമ്പം ഇതുപോലെ ഇതടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ ആ ഒരു രാത്രി എങ്ങനെയായിരിക്കും കഴിഞ്ഞു പോകുന്നത് എനിക്ക് അറിയത്തില്ല. അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പറയും പോരെ അപ്പം അതിൻ്റെ അറിയിച്ചേരാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ അടിച്ച് പിടിക്കുമ്പോഴത്തേക്കും ഇറക്കാൻ വിളിക്കുന്നത് ഞാൻ പണ്ട് പറഞ്ഞില്ലേ, എന്നെയും വിളിക്കും, തമീം എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനെ വിളിക്കും. അപ്പം ഞങ്ങൾ എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒപ്പിടണമെന്ന് തോന്നുന്നു. എന്നെയും വിളിച്ച് ഞാൻ ഒപ്പിട്ട്, അപ്പോൾ തമീമിനെ വിളിച്ചു. ഇപ്പം നേരെ സ്കൂട്ടറെ ഹെൽമെറ്റ് വെക്കാതെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാൻ പോകാം. ഇവനെ ഇറക്കിയിട്ട് നീ നിൽക്കും, ഹെൽമെറ്റില്ലാത്തൊരു വെറ്റി. അപ്പം എനിക്ക് അങ്ങനെ പടം ത്രൂ ഔട്ട് നല്ല അനുഭവമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഈ ക്ലൈമാക്സ് എത്തുമ്പം പോലീസുകാരുള്ള അഭിപ്രായത്തിൽ വീണ്ടും ഒരു ചെറിയ വ്യത്യാസം. അതും എനിക്ക് മനസ്സിലായത്, പുള്ളിയോട് ഷാഹിദ് കബീറിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടാൽ മനസ്സിലാവും. പുള്ളി പറയുന്നുണ്ട്, പുള്ളി പോലീസിൽ കയറിയത് പുള്ളിക്ക് പോലീസുകാരനാണുള്ള ഭയങ്കര അതിയായ ആഗ്രഹത്തേക്കാൾ ഉപരി PSC ടെസ്റ്റ് എഴുതി കിട്ടി, മറ്റ് ജോലി പട്ടിണി അടക്കേണ്ട വേറെ ജോലികൾ അതിന് ഒന്നാലും സർക്കാർ ജോലി എന്നുള്ള ലൈനിൽ പുള്ളി ഇതിൽ പോയതാണ്. പക്ഷേ പിന്നീട് പുള്ളിക്ക് മനസ്സിലായി ഞാൻ പോലീസ് ജോലി പുള്ളിക്ക് പറ്റിയതല്ലാന്ന് പുള്ളിക്ക് സ്വയം തോന്നി. അപ്പോഴും പുള്ളിയുടെ ഇൻട്രസ്റ്റ് സിനിമയായിരുന്നു. അപ്പോൾ അവരവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവർ സിനിമ സംസാരമൊക്കെ ആയിട്ട് പിന്നീടാണ് ഇറങ്ങി സിനിമ എഴുതി. അത് തന്നെ. അപ്പോൾ ആ സിറ്റുവേഷനിൽ അപ്പോൾ ഇവിടെ പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, ഈ സിനിമയുടെ ഡയലോഗ് ഉണ്ടല്ലോ, പോലീസുകാരൻ ആദ്യം വേണം നിരീക്ഷണ പടമാണ് പറയുന്ന ഡയലോഗുണ്ട്, ദിലീഷ് പദം, അത് നമ്മുടെ ട്രെയിലറിലുണ്ട്. റിയലായിട്ട് പുള്ളിയോട് ഈ ചോദ്യം ചോദിച്ചു ഒരു ഇൻ്റർവ്യൂവർ, ശരിക്കും ഒരു പോലീസുകാരനെ ഏറ്റവും അത്യാവശ്യം വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ ഡയലോഗ് ഇതാണ്, ജോലി പോകാതെ നോക്കണം. ശരിക്കും പുള്ളി എഴുതിയ നായാട്ടിലും ഈ ഇതിലും റോന്തിനും രണ്ടിനകത്തെ മെയിൻ വില്ലന്മാരെന്ന് പറയുന്ന പോലീസുകാരൻ. പക്ഷേ ഈ ഓഫീസറും ഡ്യൂട്ടിലെ വില്ലൻ പോലീസുകാരന് എന്ന് പറയുന്ന പോലെ. കാരണം അവർ പോലീസുകാർക്കുള്ളിൽ ഈ ജോലി പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അത് സ്വാഭാവികം. ആർക്കും ആരോടും പ്രത്യേകിച്ച് അത് തന്നെ. എല്ലാവരും നമ്മൾ ഈ പറഞ്ഞ കൊളീഗ്സ് ആണ്. പക്ഷേ അത് ഈ ഒബ്സർവേഷനും ഉണ്ട്. മറ്റവരെയൊക്കെ ഒബ്സർവ് ചെയ്തോണ്ടിരുന്നാലും നമ്മുടെ ജോലി പോകാതിരിക്കത്തുള്ളൂ എന്ന് പറയുന്നത്. മറ്റേ വേറൊരു പോലീസുകാരല്ല. പിന്നെ അതുപോലെ മറ്റേ ഒരു ക്രൈം 412 എന്ന് പറഞ്ഞൊരു ബോട്ടിൽ നിന്ന് ഇവര് ആ സംഭവം ഞാൻ പുതിയൊരു ഇൻഫർമേഷൻ ആണ്. അതായത് ഇവര് എന്തോ സ്പിരിറ്റ് എന്തോ പിടിച്ചോണ്ട് പിടിക്കുന്ന മറ്റേ മദ്യം ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്ത് അടിച്ചിട്ട് അത് തിരിച്ച് വെക്കുന്ന ആ സാധനങ്ങളൊക്കെ നമ്മുടെ അയ്യപ്പനും കോച്ചിക്കാത്തത് അടിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ആ പരിപാടി. അതെ. അപ്പോൾ റോന്തും വ്യസന സമേതം രണ്ടും ഇറങ്ങിയ രണ്ട് നല്ല മനോഹര മലയാള സിനിമകളാണ്. മലയാള ഭാഷ പണ്ഡിത. രണ്ട് പടവും ഒട്ടും ഡ്രാമാറ്റിക് അല്ല. ശരി, നിങ്ങൾക്ക് ആക്ച്വലി അത് തിയേറ്ററിൽ പോയി കാണുന്നവർക്ക് ഡെഫിനറ്റ്ലി കാണാം. ഈ വീഡിയോ കാണാൻ വരുന്നവർ കൂടുതലും ആ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വന്നിരിക്കുക എന്നുള്ളതാണ്. തിയേറ്ററിൽ ഇപ്പം ഇരുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് മറ്റു ഓഡിയൻസും രണ്ടു പടവും എൻജോയ് ചെയ്യുന്ന പോലെയാണ്. അങ്ങനെ ഒരുപാട് മിക്സ്ഡ് റിവ്യൂസ് ഒന്നും ഉള്ളതായിട്ട് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനി OTT വന്നിട്ട് കാണാം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. എസ്പെഷ്യലി റോന്ത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്നാണ്. അതെ. അപ്പോൾ കുറെ കൂടെ നമുക്ക് അവർ ഇരുട്ട് മുറിക്കാത്ത ഇവരുടെ ഇരുട്ട് ജീപ്പ് മറ്റേ രാത്രി കാണുമ്പോഴേ ഇവരിങ്ങനെ മീൻസ് ഇടയ്ക്ക് മുറിച്ച് കണ്ടു അങ്ങനെ കാണും. ഇത് ഒരൊറ്റ സ്ട്രെച്ച് കാണേണ്ട സിനിമയാണ്. കാരണം റോന്ത് പ്രത്യേകിച്ച് ഒരു കഥ പറയുമല്ല. നമ്മൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ കുറച്ച് ഒരു പാട്രോളിങ്ങിന് മൂന്നാമത്തെ പോലീസുകാരനായിട്ട് അല്ലെങ്കിൽ ഒരു കള്ളനായിട്ടോ പുറകെ ഇരിക്കുന്ന ഒരു ഫീലാണ്. അപ്പം അതേ ഫീൽ അത് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ടോ. നിങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. 333 ഇത് തമാശ. നിങ്ങൾ ഈ പറയുന്ന നമ്പറില്ലേ, ഏറ്റവും ലാസ്റ്റ് വീഡിയോ ഓടിച്ചു വിട്ടിട്ട് ഈ നമ്പർ കിട്ടി. ഇത് ലാസ്റ്റ് ഉണ്ടെന്ന് ആർക്കറിയാം. അത് ഈ വീഡിയോ രണ്ടോട്ടം കണ്ടവർക്ക് മനസ്സിലാവില്ല. നമ്മളെപ്പോഴും ലാസ്റ്റല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ അവസാനം വരെ കണ്ട ആൾക്കാരുടെ എണ്ണം വളരെ കുറവായതോട് വീഡിയോ നമുക്ക് മേടിക്കുന്നത്. പിന്നെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് ഒരു മണിക്കൂർ വീഡിയോ കാണാൻ സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1 മണിക്കൂർ സംസാരിക്കാമെങ്കിൽ ഇത് കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഒരു 10 വരി എഴുതിയിടാമല്ലോ കമൻറ്റിൽ. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും ആൾക്കാർ അല്ലേ.